കേരളത്തിന്റെ സെയിലിന്റെ മൊത്തം ഹെയർ കളർ സെയിലിന്റെ 48% ഞങ്ങളെ ഹോൾഡ് ചെയ്യണേ. സിസോ എന്ന് കേൾക്കുമ്പോൾ ബിസിനസ് പ്രൊഫഷൻസി മാത്രമായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്, ചില കോൺട്രവേഴ്സീസും കൂടി ആയിരിക്കും. ഇങ്ങനെയാണ് ഇപ്പൊ വരണ്ട. കുട്ടിയും അച്ഛനുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉള്ള ഒരു പരസ്യം, ലൈക്ക് നരച്ച മുടിയുള്ള അച്ഛൻ സ്കൂളിൽ വരണ്ട. കേരളത്തിലെ ഏറ്റവും വലിയൊരു സിനിമാ സംവിധായകനാണ് ഈ നേരത്തെ പറഞ്ഞ അച്ഛനും കുട്ടിയും കൊണ്ടുള്ള കോൺവെർസേഷൻ എടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ചില പ്രോബ്ലംസ്. രജിസ്റ്റർ ഓഫീസ് ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ എല്ലാ മനുഷ്യരും വിശ്വസിക്കുന്ന ഒരു സ്ഥാപനം തെറ്റ് പറയുമെന്ന് കോടതിക്ക് ആദ്യമേ വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മൾ എത്രയും കാലം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ടുവരുന്ന ഒരു പൊതുമേഖലാ ബാങ്ക് ഇങ്ങനെ വ്യവസായത്തിനെതിരായിട്ട് എന്ത് ചെയ്യും? അന്ന് ഇത് ചെയ്ത ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇപ്പൊ SBI യുടെ ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുക. കേരളത്തിൽ നിന്ന് വളർന്നു വന്ന എത്ര ഹോം ഗ്രൗണ്ട് ബ്രാൻഡ്സ് ഉണ്ടാവും? ബ്രാൻഡ്സ് ഒരുപാടുണ്ടാവും, പക്ഷേ കേരളത്തിൽ നിന്ന് വളർന്നു വന്ന് എക്സ്ട്രീം സക്സസ് അച്ചീവ് ചെയ്ത എത്ര ബ്രാൻഡ്സ് ഉണ്ടാവും? എണ്ണം ആക്ച്വലി വളരെ കുറവായിരിക്കും. ഇന്ന് എൻ്റെ ഒപ്പം കേരളത്തിൽ നിന്ന് വളർന്നു വന്ന് എക്സ്ട്രീം സക്സസ് അച്ചീവ് ചെയ്ത ഒരു ഹോം ഗ്രൗണ്ട് ബ്രാൻഡിന്റെ ഫൗണ്ടറും CEO ആണ് എൻ്റെ കൂടെ. ഗിരീഷ് സർ, വെൽക്കം. നമസ്കാരം. നമസ്കാരം അല്ലേ. ഗിരീഷ് സർ ഇസ് ദി CEO ആൻഡ് ഫൗണ്ടർ ഓഫ് സിസോ കോസ്മെറ്റിക്സ്. സിസോ എന്ന പേര് നിങ്ങൾ പലരും കേട്ട് കാണും. ആൻഡ് യു മൈ തിങ്ക് ഇറ്റ് ഈസ് എ സ്മോൾ ഫിഷ് അമോങ് എ ബിഗ് ഓഷ്യൻ ഓഫ് ബിഗ് ഫിഷസ്, ബിഗ് പ്ലെയേഴ്സ്. പക്ഷേ അങ്ങനെയല്ല. സിസോ ഒരു മാർക്കറ്റ് ലീഡറാണ്. സിസോ എന്ന് കേൾക്കുമ്പോൾ ബിസിനസ് പ്രൊഫഷൻസി മാത്രമായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്, ചില കോൺട്രവേഴ്സീസും കൂടി ആയിരിക്കും. സോ സിസോയുടെ എന്താ പറയാ, ഈ മാർക്കറ്റിലുള്ള സിസോയുടെ സിസോ എങ്ങനെ ഒരു മാർക്കറ്റ് ലീഡറായി എന്നുള്ള ആ ഒരു ജേണി, ഈ കോൺട്രവേഴ്സീസിന് പിന്നിലെ സത്യം, ഇതെല്ലാം നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യും. സർ, ഫോർ സ്റ്റാർട്ടേഴ്സ്, സാറിന്റെ ഒരു ജേണിയുടെ തുടക്കം എങ്ങനെയായിരുന്നു? ലൈക്ക് സാറും ഈ കമ്പനിയും രണ്ട് എൻറ്റിറ്റീസ് അല്ല, ഒരു എൻറ്റിറ്റി ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. സാറിന്റെ പേഴ്സണൽ ജേണിയും ഈ കമ്പനിയുടെ ജേണിയും തമ്മിൽ വളരെ ഇന്റർട്വൈൻഡ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ സാറിന്റെ ഈ ജേണിയുടെ തുടക്കവും ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ സാർ? ഞാൻ തുടക്കം പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഞാൻ തുടങ്ങിയ കമ്പനിയല്ല അത്. ഇത് എൻ്റെ വിവാഹശേഷം എൻ്റെ ഭാര്യയ്ക്ക് ജോലിയൊന്നും ഇല്ലാതിരുന്നപ്പോൾ പുള്ളിക്കാരി എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. അങ്ങനെ തുടങ്ങണമെന്ന് പറയുമ്പോൾ ആദ്യം ഒരു തയ്യൽക്കടയൊക്കെ ആയിരുന്നു പ്ലാൻ പുള്ളിക്കാരിയുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ അപ്പം ഞാൻ ഈ ഇച്ചിരി അല്പം സാഹിത്യത്തിൻ്റെ ആസ്കതയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പ്രസിദ്ധീകരണം തുടങ്ങണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ വളരെ നിർബന്ധിച്ച് കഴുത്തിന് ഞെക്കിപ്പിടിച്ച് ഒരു പ്രസിദ്ധീകരണശാല തുടങ്ങുവാൻ പുള്ളിക്കാരിയെ ഞാൻ പ്രേരിപ്പിച്ചു. ഓക്കെ സാർ. അപ്പോൾ എനിക്ക് സർക്കാർ ജോലിയുണ്ട്. അപ്പോൾ എനിക്ക് 100% ഇങ്ങനെ ഇതിൻ്റെ അകത്തൊന്നും ഇൻവോൾവ് ചെയ്യാം. 100% അല്ല, ഒട്ടും പോലും സമയം കിട്ടത്തില്ല. കാര്യം തൊഴിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഒരു കാര്യത്തിനും എനിക്ക് ഒരു മിനിറ്റ് പോലും സമയം കിട്ടില്ല. വല്ലപ്പോഴും ഒരു ഫയൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നാൽ പോലും ഞാൻ ചെയ്ത് കൊടുക്കില്ല. അതുകൊണ്ട് പുള്ളിക്കാരി ഭയങ്കര പരാതിയായിരുന്നു ആദ്യമൊക്കെ തുടക്കകാലത്ത്. എന്തായാലും നിർബന്ധിച്ച് ഇതിൻ്റെ അകത്ത് ചാടിച്ചു. അങ്ങനെ സിസോ ബുക്സ് എന്നുള്ള പേരിൽ ഒരു സ്ഥാപനം തുടങ്ങി. അത് 1989 89 തുടങ്ങിയിട്ട് പുള്ളിക്കാരി പ്രൊപ്പറേറ്റർഷിപ്പ് ആയിരുന്നു. അത് 2002 വരെ പുള്ളിക്കാരി കൊണ്ടുനടന്നു. 2002 ആയപ്പോഴത്തേക്കും പുള്ളിക്കാർ പറഞ്ഞു, ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല, ഒരുപാട് ജീവനക്കാർ, 100-100ഓളം ജീവനക്കാർ, അവരെ ഹാൻഡിൽ ചെയ്യണം, ഇതെല്ലാം കൊണ്ടു നടക്കണം, നിങ്ങളാണ് ഒരു കാര്യത്തിന് സഹായിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കല്ല, എനിക്ക് മാക്സിമം പ്രഷർ തരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് ലേബർ ഓഫീസറായിട്ടിരിക്കുമ്പോഴാണ് ഞാൻ ജോലി രാജിവെച്ച് പുള്ളിക്കാരുടെ കൂടെ കൂടിയത്. അതായത് ഞാൻ പുള്ളിക്കാരുടെ കൂടെ കൂടിയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എൻ്റെ സ്ഥാപനത്തിലേക്ക് പുള്ളിക്കാരെ വലിച്ചടിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, തിരിച്ചാണ് പറയുന്നത്. അത് കഴിഞ്ഞ് 2002 ശേഷം പക്ഷേ ഞാൻ അതിൽ വന്നപ്പോൾ ഞാൻ ഒരു തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ജോലിഭാരമുള്ള ഒരു 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 പ്രസ്ഥാനമാണത്. അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ എന്തായാലും ശരി, ആ ജോലിയുടെ എല്ലാ കാര്യങ്ങളുമായിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ വന്നപ്പോൾ ഞാൻ നന്നായിട്ട് ജോലി ചെയ്യാൻ തയ്യാറെടുത്താണ് വന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ പിന്നെ അതിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ട് 2002 തന്നെ ഇത് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി. അങ്ങനെ എൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്തു. അതിനുശേഷം പക്ഷേ ഈ പുസ്തക പ്രസാധനം അധികകാലം നീണ്ടു നിന്നില്ല. അത് എന്താണ് സാർ എൻ്റെ കാരണം? പുസ്തക പ്രസാധനം എല്ലാ പുസ്തക പ്രസാധന സ്ഥാപനങ്ങൾക്കും ഉണ്ടായ പോലെ തന്നെ ഇതിനും ചില ബുദ്ധിമുട്ടുകൾ വന്നു. കാര്യം 2002 അല്ലെങ്കിൽ 2003 അല്ലെങ്കിൽ 1990-കളിലെല്ലാം കേരളത്തിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പുസ്തക പ്രസിദ്ധീകരണശാല സിസോ ബുക്സ് തന്നെയായിരുന്നു. അത് ടേൺ ഓവർ വെച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്നാം സ്ഥാനത്ത് നിന്ന് DC ബുക്സ് ആണ് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്.
2ാം സ്ഥാനത്തുണ്ടായിരുന്നത് ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ DC ബുക്സിൻ്റെ ടേൺ ഓവർ എത്രയാണെന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ടേൺ ഓവറുമായിട്ട് ഞങ്ങൾ അവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് പുസ്തകങ്ങൾ മാസത്തോറും പ്രസിദ്ധീകരിക്കുന്ന DC ബുക്സിൻ്റെ അടുത്ത് വെറും 10-12 പുസ്തകം മാസം പ്രസിദ്ധീകരിക്കുന്നത് ഞങ്ങൾ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ DC ബുക്സിൽ നിറച്ചും നോവലുകൾ, കവിതകൾ തുടങ്ങി അങ്ങനത്തെ ഒരു ലൈൻ ഓഫ് സാഹിത്യവും അതൊക്കെ ആയിട്ട് കൂടുതൽ ബന്ധപ്പെട്ടാണ്. മനസ്സിലായി. ഞങ്ങളുടെ പുസ്തകങ്ങൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഓക്കെ. പഠിക്കാനുള്ള പുസ്തകങ്ങൾ, എൻസൈക്ലോപീഡിയകൾ, വിജ്ഞാന ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ കുറച്ച് മതഗ്രന്ഥങ്ങളൊക്കെയാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത്. പക്ഷേ 2002, 2003 ഒക്കെ ആയപ്പോൾ പതുക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇൻ്റർനെറ്റ് വന്നു തുടങ്ങി. 2010 ഒക്കെ ആയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് പുസ്തക വായന എന്ന് പറയുന്നത് ഇല്ലാതായി. കാര്യം ഞങ്ങൾ തന്നെ ഓൺലൈനിൽ പുസ്തകം തുടങ്ങി, ഓൺലൈനിൽ വായിക്കാൻ സൗകര്യം ചെയ്തു തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് മുന്നോട്ട് പോകത്തില്ല. കാര്യം നോവലോ സാഹിത്യമോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പോകാൻ പറ്റുമായിരിക്കും. ഞങ്ങളുടെ കയ്യിൽ അതൊന്നും ഇല്ല. ഞങ്ങളുടെ കയ്യിലുള്ളത് ഈ വിജ്ഞാന ഗ്രന്ഥങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ പോകില്ല. കുട്ടികളാണെന്നുണ്ടെങ്കിലും എല്ലാം എന്ത് തപ്പിയാലും ശരി ഉടനെ ഓൺലൈനിൽ കയറി തപ്പി അവർക്കുള്ള വിവരം കിട്ടും. അപ്പം ഞങ്ങളുടെ ഈ പുസ്തകത്തിൽ പേജ് മറിഞ്ഞു നോക്കി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ ചുവട് മാറ്റേണ്ട സമയമാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞങ്ങൾ പുസ്തക പ്രസാധനത്തോടൊപ്പം തന്നെ ഞങ്ങൾ ഒരു പുതിയ മേഖലയിലേക്ക് കടന്നു വന്നത്. പുതിയ മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മാളായിരുന്നു, സിസോ മാൾ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് ഏറ്റവും വലിയൊരു മാൾ അന്ന് നടത്തിക്കൊണ്ടിരുന്നു. അന്ന് ഈ നമ്മുടെ ഇപ്പോഴത്തെ ലുലു മാളൊന്നും അന്നില്ല. അപ്പോൾ അന്ന് 2017 വരെ, ഏകദേശം 17-18 വരെ ഈ മാളിലായിരുന്നു ഞങ്ങൾ 2012 തൊട്ട് ശ്രദ്ധിച്ചിരുന്നത്. ഒരുപാട് വരുമാനം ഉണ്ടാക്കുകയും നന്നായിട്ട് പോവുകയും ചെയ്തിരുന്ന ഒരു മാളായിരുന്നു. എന്തും കിട്ടും, ഏതും കിട്ടും. അതെ. അവിടുത്തെ ഒരു ലിസ്റ്റ് ഓഫ് എത്ര സാധനങ്ങൾ അവിടെ വിൽപ്പനയ്ക്കുണ്ടെന്ന് ചോദിച്ചാൽ ഏകദേശം 4000-ഓളം പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. ഒരു ചെറിയ മാളിനകത്ത് 4000-ഓളം പ്രൊഡക്റ്റ് വെച്ച് ഞങ്ങളത് നടത്തിക്കൊണ്ടിരുന്നു. ഭയങ്കര തിരക്കും ബഹളവും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 2017-18 ഒക്കെ ആയപ്പോഴത്തേക്കും ഒബ്രോൺ മാൾ വന്നു, ലുലു മാൾ വന്നു, നമ്മുടെ കൊച്ചിയിൽ ലുലു മാൾ വന്നു. അത് കഴിഞ്ഞിട്ട് ഉടനെ തിരുവനന്തപുരത്തേക്ക് വരാൻ പോകണമെന്ന് കണ്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ലുലു മാളിനെ പോലെയുള്ള സ്ഥലത്ത് നമ്മൾ ഈ ചെറിയ 10,000-3,000-4,000 സ്ക്വയർ ഫീറ്റിൻ്റെ അകത്തൊരു മാളും കൊണ്ട് നടത്തിക്കേണ്ട രക്ഷയൊന്നുമില്ല. അത് പറ്റത്തില്ല എന്ന് ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളന്ന് ചെറുതായിട്ട് തുടങ്ങിയിരുന്ന കോസ്മെറ്റിക്സ്, ആ രംഗത്തേക്ക് ഞങ്ങൾ മാറുവാൻ തീരുമാനിക്കുകയും അങ്ങനെ സിസോ ബുക്സ്, സിസോ മാൾ ഈ 2 പേരുകളും മാറ്റി സിസോ കോസ്മെറ്റിക്സ് എന്ന പേരിലാക്കി. സാർ, ഈ പേര് ലൈക്ക് ഡോണ്ട് മൈൻഡ് മീ ആസ്കിങ്, ഈ സിസോ എന്താണ് സാർ? ലൈക്ക് വാട്ട് ഡസ് ഇറ്റ് മീൻ? ലൈക്ക് എന്തെങ്കിലും സ്പെസിഫിക് മീനിങ്? ഒരു സിസ്റ്റമാറ്റിക് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഓർഗനൈസേഷൻ എന്നുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനിച്ചാൽ മതി. അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും പറയാനില്ല. ഓക്കെ. പേഴ്സണലായിട്ട് ചില അർത്ഥങ്ങളുണ്ട് താനും. സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ റിവീൽ ചെയ്യാൻ പറ്റുന്ന അർത്ഥങ്ങളില്ല. ഓക്കെ സാർ, മനസ്സിലായി. സാർ, ഈ ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് പലർക്കും ഈ ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് ഒരു സേഫ്റ്റി നെറ്റാണ്. പലർക്കും ഓൺട്രപ്രന്യൂർ ആവണം, ബിസിനസ് തുടങ്ങണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷേ ഈ സേഫ്റ്റി നെറ്റ് അല്ലെങ്കിൽ അവരുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ അവർ ഒരിക്കലും തയ്യാറാവുന്നില്ല. വാട്ട് മെയ്ഡ് യു ഡു ദാറ്റ്? ലൈക്ക് അത്രയും വലിയൊരു ജോലിയിൽ ഇരുന്നിട്ട്. ഒരു വലിയ ജോലി എന്ന് പറയുന്നില്ല, പക്ഷെ എന്നാലും ഒരുപാട് ജനങ്ങളുമായിട്ട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളൊരു ജോലി, ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ടോ, അല്ല ജനങ്ങളോട് ഒരുപാട് പ്രതിബദ്ധത കാണിക്കേണ്ട ഒരു ജോലിയാണ്. ഒരു തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ തൊഴിലാളികളെ മാത്രമല്ല, തൊഴിലാളികളെ കൊണ്ട് കൂടെ ജീവിക്കുന്ന വ്യവസായികളും ഉണ്ടാവും, സാധാരണക്കാരുണ്ടാവും. കാര്യം ഇപ്പം നമ്മൾ ഹെഡ് ലോഡ് വർക്കേഴ്സ് തുടങ്ങി ഒരുപാട് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ആ തൊഴിലാളികളുടെ കാര്യങ്ങൾ സംരക്ഷിക്കുക, അതോടൊപ്പം തന്നെ ജനങ്ങൾക്കോ അല്ലെങ്കിൽ വ്യവസായിക്കോ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യുക എന്ന് പറയുന്നൊരു ഒരു 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 ടാസ്ക്കാണ് തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥന്. പിന്നെ അതൊരു വലിയ വിഷമമായിട്ടൊന്നും ഞാൻ കാണില്ല. ഞാനത് എൻജോയ് ചെയ്യുമായിരുന്നു, വളരെ എൻജോയ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ ചോദിച്ച പോലെ 2002 ഞാൻ റിസൈൻ ചെയ്യാനായിട്ട് തീരുമാനമെടുത്ത് എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞപ്പോൾ എന്നെ ആരും അനുകൂലിച്ചില്ല. എല്ലാവരും, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ലേബർ ഓഫീസർമാരും എല്ലാവരും ഒന്നടങ്കം പറയുമായിരുന്നു, യു ആർ മേക്കിംഗ് എ വെരി ബിഗ് ബ്ലണ്ടർ. നിങ്ങൾ വലിയതാവുന്നത്, നിങ്ങൾക്ക് പെൻഷൻ കിട്ടും, പിന്നെ വലിയ തുക കാണാറുണ്ടോ സാർ? തീർച്ചയായിട്ടും കാണാറുണ്ട്. എല്ലാവരുമായിട്ട് നല്ല ബന്ധം തന്നെയാണ്. അപ്പം അവരെ ഒരുപാട് നിരുത്സാഹപ്പെടുത്തുക ചെയ്ത്. പക്ഷേ എൻ്റെ ഒരു
ഇവിടെ നിന്നുള്ള പ്രഷർ, ആ വ്യവസായത്തോടുള്ള ആഭിമുഖ്യവും അതിനോടുള്ള പ്രഷറും ഒക്കെ ഭയങ്കരമായിരുന്നു. അപ്പോൾ എനിക്ക് നിവൃത്തിയില്ല. സാറ് അന്ന് ബ്ലണ്ടർ ആണെന്ന് പറഞ്ഞ ഒരു സാറിന്റെ ഇന്നത്തെ സക്സസ് കാണുമ്പോൾ ലൈക്ക് വാട്ട് ഇസ് യർ കോമന്റ് നൗ? ഞാനത് തീരുമാനം എടുത്ത് തന്നെ വന്നിരിക്കുന്നത്. ഇവിടെ പരാജയപ്പെട്ടാലും വിജയിച്ചാലും അത് ഉപേക്ഷിക്കുക എന്നുള്ള തീരുമാനം എടുത്ത് ഒരു Okay. കാര്യത്തിന് ഇറങ്ങുമ്പോൾ ലേബർ ഓഫീസർ ആയിരിക്കുമ്പോൾ ഏറ്റവും നല്ല ലേബർ ഓഫീസർ ആയിരിക്കാം. ഞാൻ വ്യവസായി ആണെങ്കിൽ ഏറ്റവും നല്ല വ്യവസായി തന്നെ ആയിരിക്കണം. അതായിരിക്കും അത് അത്രയും ഹാർഡ് വർക്ക് ചെയ്യാൻ തന്നെ തയ്യാറെടുത്ത് തന്നെ വന്നത്. ബീങ് ദ ബെസ്റ്റ് ഇൻ വാട്ട് യു ഡു. എന്ത് ചെയ്താലും നന്നായിട്ട് ചെയ്യണം, അതാണ് പോളിസി. ഓക്കെ സാർ. സാർ ഈ എന്താ പറയുക, ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ഒന്ന് ബുദ്ധിമുട്ടി നിൽക്കുന്നവരുണ്ടാവുമല്ലോ, ലൈക്ക് അവർക്ക് എന്തെങ്കിലും അഡ്വൈസ് അങ്ങനെ എന്തെങ്കിലും സാറിന്റെ ഭാഗത്തു നിന്ന് കൊടുക്കാനുണ്ടാവോ? നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൊള്ളാം. നമ്മളിപ്പോൾ വളരെ കംഫർട്ട് സോണിലാണ്, അത് നിങ്ങൾ എൻജോയ് ചെയ്യുന്നതും കൂടി ഉണ്ടെന്നായിരിക്കാം. രണ്ടും കൂടെ ഉള്ള സമയത്താണ് അത് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതേസമയത്ത് അതെ. കംഫർട്ട് സോണാണ്, പക്ഷേ വലിയ താല്പര്യമൊന്നുമില്ല, വലിയ കുഴപ്പമില്ല, എൻ്റെ ജീവിതം പോകുള്ളൂ എന്നുള്ള ഒരു കഴിയുന്നതും പോരാതിരിക്കുന്നതല്ല, അവിടെ തന്നെ നിൽക്കുന്നതല്ലേ. അതേസമയത്ത് അത് എൻജോയ് ചെയ്യുന്നവർക്കേ വേറെ സ്ഥലത്ത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അതിൽ നിന്ന് കൂടുതൽ കംഫർട്ട് സോണിലേക്ക് വരാമെന്നും പറഞ്ഞാൽ, അല്ലെങ്കിൽ കൂടുതൽ പണം ഉണ്ടാക്കാമെന്നോ അങ്ങനെ എന്തെങ്കിലും വിചാരിച്ച് വരുന്നവരെല്ലാം പരാജയപ്പെടുകയുള്ളൂ. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾ എന്ത് ജോലിയിലാണോ നിൽക്കുന്നത് അത് നല്ല ഭംഗിയായിട്ട് ചെയ്യുക, അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി നല്ലത് നിങ്ങളുടെ മനസ്സിന് തൃപ്തിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് എന്തെങ്കിലും തരത്തിൽ സന്തോഷം തരുന്ന മറ്റൊരു ജോലി കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും അതിലേക്ക് ചാടണം. ചാടുന്നതിന് മുമ്പ് ചില പ്രിക്കോഷൻസ് എടുക്കുന്നതല്ലായിരിക്കും. എനിക്ക് ഇവിടെ കാണിക്കുന്ന പെർഫോമൻസ്, ഈ സന്തോഷം എനിക്ക് അവിടെ കിട്ടുമോ എന്നുള്ള ഉറപ്പ് വരുത്തണം. പിന്നെ നിങ്ങളുടെ കയ്യിൽ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഇപ്പം സാധാരണ കംഫർട്ട് സോണിൽ നിൽക്കുന്നവർക്ക് ഒന്നും പേടിക്കാനില്ല. ഒരു ജോലി, സർക്കാർ ജോലി ഒന്നും പേടിക്കണ്ട. കൃത്യമായിട്ട് 1-ാം തീയതി രാവിലെ ശമ്പളം കിട്ടും, എല്ലാ കാര്യങ്ങളും നല്ല സ്മൂത്തായിട്ട് പോകും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾക്ക് അവധി കിട്ടത്തില്ല, പ്രോഡമെൻ്റ് ഇല്ല, ESI ഇല്ല, ഈ പറയുന്ന പോലെ സൗകര്യങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ഒരു കഴുതയെ പോലെ അല്ലെങ്കിൽ മാടിനെ പോലെ പണിയെടുക്കണം. അത് തയ്യാറെടുത്ത് വേണം വരാൻ. പക്ഷെ അതിന് അങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അതിനൊരു എൻജോയ്മെൻ്റ് ഉണ്ട്, അത് തരുന്ന സംതൃപ്തിയുണ്ട്. ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്നു, നമുക്ക് വളരെ ഫ്രീ ആയിട്ട് സന്തോഷമായിട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യാൻ പറ്റുന്നു. ഇങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട്. മനസ്സിലായി സാർ. അതുകൊണ്ട് നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കുക. ചാടേണ്ടവർ ചാടുക തന്നെ ചെയ്യണം. എവിടെയാണ് ചിലപ്പോൾ നിങ്ങൾ എവിടെയാണ് നിങ്ങൾ നന്നായിട്ട് വരാൻ പോകുന്നത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. വരട്ടെ. ഏത് പാഷൻ്റെയും പുറകെ പോകണം, ഭയക്കേണ്ട കാര്യമില്ല. ഏത് പാഷൻ്റെയും പുറകെ പോകണം. പക്ഷെ മനസ്സ് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കണം. സാർ ഈ കോസ്മെറ്റിക് ബിസിനസ്സിലേക്ക് കടന്നല്ലോ, അപ്പോൾ സാറിന് അതിന്റെ മാർക്കറ്റിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നോ? ഒരു ധാരണയില്ല. ഇത് കോസ്മെറ്റിക്സ് ബിസിനസ്സിലേക്ക് ചാടാൻ ഒരു 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ മാളിൻ്റെ അകത്ത് ഞങ്ങൾ ഒരു 3000-4000 പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ 4000 പ്രൊഡക്റ്റുകളിൽ ഒരു പ്രൊഡക്റ്റ് ഹെയർ കളറായിരുന്നു. അത് ഒരു വിദേശ ബ്രാൻഡായിരുന്നു. ആ ബ്രാൻഡ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഞങ്ങളാണ്. ഈ ബ്രാൻഡ് കൊണ്ടുവരാനൊരു കാരണം ഉണ്ടായിരുന്നു. സാധാരണ നമ്മളൊരു സലൂണിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 30-40 മിനിറ്റ് എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഹെയർ കളർ. അങ്ങനെയാണ് ഞാനൊരു വിദേശത്തൊരു മേളയിൽ പങ്കെടുത്തപ്പോൾ അവിടെ ഒരു പ്രത്യേക തരം ഹെയർ കളർ ഞാൻ കണ്ടു. 5 മിനിറ്റ് കൊണ്ട് ഹെയർ കളർ ചെയ്യുന്ന ഒരു പരിപാടി അവിടെ തന്നെ അവർ എക്സിബിറ്റ് ചെയ്ത് കാണിക്കുക 5 മിനിറ്റ് കൊണ്ട്. ഞാനപ്പോൾ തന്നെ പോയി വിദേശത്ത് വെച്ചാണ്, ഇവിടെ അത് ഗോങ്ഷു എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്, ചൈനയിലെ ഗോങ്ഷുവിൽ വെച്ചാൽ. ഞാൻ അപ്പം എന്ത് വിചാരിച്ചു, എനിക്ക് ഭയങ്കര സർപ്രൈസായിട്ട് തോന്നി. എൻ്റെ മുടിയൊക്കെ അധികം നരച്ചിട്ടില്ല, അവിടെയൊക്കെ കുറച്ചായിട്ട്, ഇപ്പം മുഴുവൻ നരച്ചാണ് കേട്ടോ, അന്ന് അധികം നരച്ചിട്ടൊന്നുമില്ല. അപ്പം ഞാൻ അവിടെയൊക്കെ കുറച്ച് നരച്ചിട്ടുണ്ട്. എന്നാലും ശരി, ഞാൻ ചാടിക്കയറി ആ സീറ്റിൽ കയറിയിരുന്നു. എന്നെ ഒന്ന് ചെയ്യാവോ 5 മിനിറ്റ് കൊണ്ടെന്ന് ചോദിച്ചു. അപ്പം അതിൻ്റെ ഓണർ തന്നെയായിരുന്നു, ആ പ്രസ്ഥാനത്തിൻ്റെ ഉടമസ്ഥൻ തന്നെയാണ് അതിന് മുൻകൈ എടുത്തത്. പുള്ളി എന്നെ നേരിട്ട് വന്ന്, ഒരു വിദേശിയാണല്ലോ, വളരെ ആകാംക്ഷയോടുകൂടി വന്നിരിക്കുന്നു. അപ്പം ഈസ് ഓൾസോ വെരി എന്തൂസിയാസ്റ്റിക്. അപ്പോൾ പുള്ളി ഓടി വന്ന് എന്നെ അത് ചെയ്തു തന്നു. ജസ്റ്റ് 5 മിനിറ്റ് കൊണ്ട് പുള്ളി തന്നെ അവിടെ എന്നെ വാഷ് ചെയ്ത് കറക്റ്റ് ചെയ്ത് തന്നപ്പോൾ ഐ വാസ് റിയലി വണ്ടറിങ്. പിന്നെ ഞാൻ ചെയ്ത് 5 മിനിറ്റ് കൊണ്ട് ചെയ്തതല്ലേ, ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ഒഴുകിപ്പോവും, പ്രശ്നമാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാൻ ആ മേളയിൽ 15 ദിവസം 18 ദിവസം നീണ്ടു നിന്ന മേളയായിരുന്നു. ഈ 18 ദിവസം ഹെയർ കളർ അങ്ങനെ നിന്നു. ഞാൻ വീണ്ടും അവിടെ പോയപ്പോഴത്തേക്കും അദ്ദേഹം എന്നെ 2 കൈ നീട്ടി സ്വീകരിച്ചു. അങ്ങനെ എനിക്ക് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മുഴുവൻ ഡിസ്ട്രിബ്യൂഷൻ എനിക്ക് അവിടെ വെച്ച് ഞങ്ങൾ കരാറൊപ്പിട്ടു. അങ്ങനെ ഇന്ത്യയിൽ അത് വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് വളരെ അറ്റാച്ച്ഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു അധികാരം പോയില്ല, ഒരു 1-2 വർഷമേ എനിക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിനിടയ്ക്ക് തന്നെ വേറെ ഒരുപാട് ആളുകൾ വന്നു, അപ്രോച്ച് ചെയ്തു. എന്നെയല്ല, അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തു. അവിടെ ഇന്ത്യയിൽ ഒരുപാട് പേർക്ക് കൊടുത്തു.
പിന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തത്. പക്ഷെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു കാര്യം ചെയ്തിരുന്നു. സ്റ്റോപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് മറ്റൊരു മാനുഫാക്ചറുമായിട്ട്, ചൈനയിലുള്ളൊരു മാനുഫാക്ചറുമായിട്ട് ഞാനൊരു കരാർ ഒപ്പിട്ടിരുന്നു. ഒരു കൂട്ട് ബിസിനസ്. ഞാൻ അവിടെ ഒരു പാർട്ട്ണർഷിപ്പ് എടുത്തു. അവിടെ എനിക്ക് സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ടായിരുന്നു. ആ പാർട്ട്ണർഷിപ്പ് എടുത്തു. അവിടെ വെച്ച് അത് വേറൊരു പാർട്ണറുമായി, ഒരു ചൈനീസ് പാർട്ണറുമായി ചേർന്ന് അവിടെ ഉൽപ്പാദനം നടത്തി. അത് കൊറോണ കാലഘട്ടം വരെ ആ സ്ഥാപനം അവിടെ ഓടിക്കൊണ്ടിരുന്നു. കൊറോണ ആയപ്പോഴത്തേക്കും എനിക്ക് പോകാൻ പറ്റാതെ വന്നു. പിന്നെ മുന്നോട്ട് പോകാൻ പറ്റാതെ വന്നു. അപ്പം ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ ചൈനീസ് പാർട്ണറുമായിട്ട് ഇവിടെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടി സഹായത്തോടു കൂടി ഞാനത് പഠിച്ചു. തീർച്ചയായിട്ടും ഞാനവിടെ വർക്ക് ചെയ്യല്ലേ, ഞങ്ങൾ രണ്ടുപേരും നടത്തുന്ന സ്ഥാപനമല്ലേ, എനിക്കെല്ലാം അറിയാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നന്നായിട്ട് പഠിച്ചു. ഈ ചൈന ഒരു ഹോസ്റ്റൈൽ സ്റ്റേറ്റ് ആണെന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അന്ന് സാർ അങ്ങനെ എന്തെങ്കിലും ഹോസ്റ്റിലിറ്റീസ് ഒന്നും ഫേസ് ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. ഇപ്പം എൻ്റെ കൂടെ പാർട്ണറായിട്ട് നിന്നിരുന്ന മിസ്റ്റർ ഷാങ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും അടുത്ത സുഹൃത്ത് അദ്ദേഹമാണ്. ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഏറ്റവും നല്ല മനുഷ്യനുമായിരുന്നു. ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ ഒന്നിച്ചു പോകാൻ പറ്റുകയും ചെയ്തിരുന്നു. റിയലി ഹാപ്പി വിത്ത് ഹിം ഓൾവേസ്. ഇന്നും ആഴ്ചയിൽ ഒരു ദിവസം അദ്ദേഹത്തിന് എന്നെ വിളിക്കാതെ പറ്റത്തില്ല. ഞാൻ അങ്ങോട്ടും വിളിക്കും. ഞങ്ങൾ വ്യവസായ ബന്ധങ്ങളൊന്നും ഇല്ല ഇപ്പോൾ. എന്നിരുന്നാലും ഞങ്ങൾ പരസ്പരം സുഹൃത്തുക്കളാണ്. ഇടയ്ക്കിടയ്ക്ക് കാണാൻ ശ്രമിക്കാറുമുണ്ട്. മനസ്സിലായി സാർ. സാർ, ഈ ഹെയർ കളറിന്റെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് മാർക്കറ്റ് ജയൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ലൈക്ക് ഐ വുഡ് നെയിം, സാറിന് അറിയാം ലൈക്ക് മാർക്കറ്റ് ജയൻസ് ആരൊക്കെയാണെന്ന്. അവരുടെ ഭാഗത്ത് നിന്ന് ഡിഡ് യു ഫേസ് എ സർട്ടൻ കൈൻഡ് ഓഫ് കോമ്പറ്റീഷൻ? അല്ലെങ്കിൽ ഈ ബ്രാൻഡ് ലൈക്ക് എന്താ പറയുക, ഈ ബ്രാൻഡിന് വളർന്നു വന്നാൽ ഞങ്ങളുടെ മാർക്കറ്റിനെ അത് എഫക്ട് ചെയ്യുന്ന ഒരു കോമ്പറ്റീഷൻ അവരുടെ ഭാഗത്തുനിന്നുണ്ട് എന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. 2019, 20 ആ കാലഘട്ടത്തിലാണ് ഞാൻ സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് ആരംഭിക്കുന്നത് ഇന്ത്യയിൽ, കേരളത്തിൽ. അപ്പോൾ 2019 ഈ മിഷനറി എല്ലാം വരികയും ഒക്കെ ഇവിടെ വെച്ച് ആരംഭം തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇന്ത്യയിലെ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ചിലതൊക്കെ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുമാണ്. ആ ബ്രാൻഡുകളാണ് കേരളത്തിൽ ഡൊമിനേറ്റ് ചെയ്യുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മുഴുവൻ ഡൊമിനേറ്റ് ചെയ്യുന്നവരാണ്. ഹൗസ് ഹോൾഡ് നെയിംസ് ആയി കഴിഞ്ഞു പലതും. എല്ലാവർക്കും ഇപ്പോൾ ഹെയർ കളർ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ ഒരേ പേര്, ഒന്നോ രണ്ടോ പേരേ വരുള്ളൂ. അതാണ് അവസ്ഥ. ആ അവസ്ഥയിൽ ഞാൻ വളരെ ചെറിയൊരു അവരുടെ ഒരു ലക്ഷത്തിലൊന്നോ അല്ലെങ്കിൽ ഒരു കോടിയിലൊന്നോ ഒരു അംശം മാത്രമാണ്. എന്നെ അവരൊട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അവർ ഒരു കോമ്പറ്റീറ്ററായിട്ട് അവർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ 2019 അവസാനം, 2020 അവസാനമായപ്പോഴത്തേക്കും ആ സ്ഥിതി മാറി. കാര്യം അവർക്കൊക്കെ 30 മിനിറ്റ് ഹെയർ കളറേ ഒന്നും ഉണ്ടായിരുന്നുള്ളൂ. 5 മിനിറ്റ് 5 മിനിറ്റിന്റെ ഹെയർ കളർ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അത് ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന 5 മിനിറ്റ് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. വിദേശത്ത് നിന്നൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യൻ ബ്രാൻഡ് 5 മിനിറ്റ് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അവർക്ക് ഇന്നും ഇന്ത്യയിലെ മൊത്തം സെയിൽസിന്റെ എനിക്ക് പറഞ്ഞാൽ 2-3% മാത്രമേ ഞങ്ങൾക്കുള്ളൂ. പക്ഷെ കേരളത്തിന്റെ സെയിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ സെയിലിന്, മൊത്തം ഹെയർ കളർ സെയിലിന്റെ 48% ഞങ്ങളെ ഹോൾഡ് ചെയ്യണേ. ബാക്കിയുള്ള എല്ലാ ബ്രാൻഡുകളും, ഇന്റർനാഷണൽ ബ്രാൻഡുകളൊക്കെ എല്ലാവരും അടക്കം 52% ഉള്ളൂ. പിന്നെ ഈ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ട്, അതായത് 5 കളർ കൊണ്ട് ചെയ്യുന്നതിന് ഞങ്ങളുടെ 70% ഞങ്ങളുടെ വിഹിതം കേരളത്തിൽ. പക്ഷെ കേരളത്തിന് വെളിയിൽ ഞങ്ങൾ ഓൾമോസ്റ്റ് 1%, 2% ഒക്കെയാണ്. അതൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ ദാറ്റ് ഇസ് എ വെരി ഹ്യൂജ് നമ്പർ. ലൈക്ക് ബാക്കി എല്ലാ ബ്രാൻഡ്സും ഒരു സൈഡിലും, ലൈക്ക് സിസോ കോസ്മെറ്റിക്സ് മറ്റൊരു സൈഡിലും എന്നുള്ളൊരു സൈഡിലാണ്. സാറ്, അപ്പോൾ ഇത്രയും വലിയൊരു ഹ്യൂമങ്കസ് മാർക്കറ്റ് ഷെയറിലേക്ക് എത്താൻ ലൈക്ക് സാറ് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആയിരിക്കും? ലൈക്ക് ഈ 5 മിനിറ്റ് ഹെയർ കളർ അല്ല, സാറിൻ്റെ എന്തെങ്കിലും മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സാറിന് എന്തെങ്കിലും മനസ്സിലുണ്ടായിരുന്നു കാണുമല്ലോ? ഇല്ല, മാർക്കറ്റിൽ അധികം എനിക്ക് ബുദ്ധിമുട്ടിന് വന്നില്ല. ആദ്യ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു, ആക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു. കാര്യം ഹെയർ കളറില്ലേ, ഒന്നാമത്തെ ശരീരത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥം, അതായത് കോസ്മെറ്റിക്സ്. അന്ന് കോസ്മെറ്റിക്സ് എന്നുള്ള വിഭാഗത്തില്ല. ഇന്നിപ്പോൾ അതൊക്കെ മാറി കേട്ടോ. ഇന്നിപ്പോൾ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആണ്. അതായത് മരുന്നുകൾക്കും കോസ്മെറ്റിക്സിനും ഒരേ നിയമമാണ് ഇപ്പോൾ ഇന്ത്യയിൽ. പഴയതിനേക്കാൾ വളരെ സ്ട്രിക്റ്റ് ആണ് ഇപ്പോൾ. അപ്പോൾ അന്ന് പക്ഷേ അത്രയും കടുപ്പമില്ലായിരുന്നു. എന്നാലും കോസ്മെറ്റിക്സ് ആണ്, ശരീരത്തിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും സാധനം നമ്മൾ സാധാരണ വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ ശരീരത്തിലില്ല. പുതിയ ബ്രാൻഡാണ്, ഒരിക്കലും ഉപയോഗിക്കില്ല. പിന്നെ ഞങ്ങൾക്ക് അന്നൊരു പേരുണ്ടായിരുന്നു, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പുസ്തക പ്രസാധന സ്ഥാപനമായിരുന്നു. ആ ഗുഡ് വില്ല് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ആളുകൾ കുറച്ചൊക്കെ ഒന്നൊക്കെ പരീക്ഷിക്കാനൊക്കെ വാങ്ങിച്ചു തുടങ്ങിയെന്നവർ പിന്നെ ഒരിക്കലും ഉപയോഗിച്ച ആൾ പിന്നെ അവിടെ നിന്ന് പോയില്ല. അതായിരുന്നു ഞങ്ങളുടെ സക്സസ്. കാര്യം ഇറ്റ് വാസ് വെരി ഈസി ടു യൂസ്. അതാണ് ഞങ്ങളുടെ. സാറിന് അറിയായിരുന്നു ലൈക്ക് ഇത് ഒരു തവണ ഉപയോഗിക്കുക, ലൈക്ക് യു വുഡന്റ് ഗോ ബാക്ക് എന്നുള്ളൊരു. അതെ, അത് ഞങ്ങൾക്ക് ഉറപ്പ് വരുത്തിയിരുന്നു ഞങ്ങൾ അന്ന് തൊട്ട് തന്നെ.
ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ബ്രാൻഡിൽ നിന്ന് പോകരുത്. ഒരാളും പോകരുത്. 2, 3 കാര്യങ്ങളാണ് നോക്കണ്ടേ. ഒന്ന് പ്രൈസ്, രണ്ടാമത് ടൈമ്, പിന്നെ ഈസിനെസ്. ഇത് 3ഉമാണ് ഞങ്ങൾ വാഗ്ദാനം ചെയ്തത്. അതവർക്ക് കിട്ടിയപ്പോൾ അവരാരും പോയില്ല. പിന്നെ ഇവിടുന്ന് ആരും പോയിട്ടില്ലാന്ന് തന്നെ ഞങ്ങൾ അന്ന് തൊട്ട് ഞങ്ങൾക്ക് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന അവരിപ്പോഴും വളർച്ചയിൽ തന്നെയാണ്. ഇപ്പോഴും അവർ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞങ്ങളുടെ ആ ഉപഭോക്താക്കൾ. അവർ മാറുന്നില്ല, അവർ പോകുന്നില്ല. പിന്നെ സാധാരണ ഹെയർ കളറൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു 10,000 പേരിൽ ഉപയോഗിക്കുമ്പോൾ ഒരാൾക്കൊക്കെ ഒരു അലർജിയൊക്കെ വരിക സ്വാഭാവികമാണ്. അതെ. ഞങ്ങളുടെ കണക്ക് അത് 10,00,000-1 ഓ ഞങ്ങളുടെ 10,00,000-1 ഞങ്ങൾ അത്രയും പ്രാധാന്യം അത് ഹ്യൂമൻ സ്കിന്നിനും അത് മനുഷ്യനിൽ ഉപയോഗിക്കുന്നതാണെന്നുള്ളൊരു ആ ഒരു കാര്യത്തിന് ഞങ്ങൾ ഇമ്പോർട്ടൻസ് അതിന്റെ കൊടുക്കുന്നുണ്ട്. ക്വാളിറ്റിയിൽ അത്രയും ഒരു ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. വെറും ക്വാളിറ്റി മാത്രം നോക്കിയാൽ പോരാ. അതായത് ഒരു ഹെയർ കളറിന് 24 തൊട്ട് 32 ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഒരു ഹെയർ കളർ. നമ്മൾ വിശ്വസിക്കില്ല. നമ്മൾ കരി വെച്ച് തേക്കുമ്പോൾ സംഗതി അങ്ങനെയല്ല. അതിനകത്ത് 24 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. എന്തിനാ 24 ഇൻഗ്രീഡിയൻസ് ചോദിക്കും. ഓരോ ഇൻഗ്രീഡിയൻറ്റിനും ഓരോ ഫംഗ്ഷനാണ്. ചിലതിന് ഫ്രാഗ്രൻസ് കൊടുക്കുന്നതായിരിക്കും, ചിലത് നിറം കൊടുക്കുന്നതായിരിക്കും, ചിലത് നിറം നിലനിർത്തുന്നതായിരിക്കും, ചിലത് ഹെയറിനെ സംരക്ഷിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു 24 ഇൻഗ്രീഡിയൻറ്റ് ചേരുമ്പോൾ അത് നമ്മൾ 24 ഇൻഗ്രീഡിയൻറ്റും കൂടി ഒരു പാത്രത്തിൽ വെച്ച് കലക്കിയെടുത്ത് കഴിഞ്ഞാൽ അതാവത്തില്ല. അതിനൊരു പ്രോസസ്സുണ്ട്. വളരെ അതൊരു ലോങ് കൃത്യമായ പ്രോസസ്സാണ്. പ്രോസസ് ഉണ്ട്. ഒരു പ്രോസസ് ഉണ്ട്. ഈ എല്ലാ 24 ഇൻഗ്രീഡിയൻ്റ് അല്ല. ആദ്യം തുടങ്ങുന്ന ചിലപ്പോൾ ഒരു ഇൻഗ്രീഡിയൻറ്റിൽ വേറെ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്ത് അത് ഇത്ര പെർസെൻറ്റേജ് ഹീറ്റ് ചെയ്ത് അങ്ങനെ ഒരു വലിയ പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് കൃത്യമായി പാലിക്കണം. പാലിച്ചില്ലെങ്കിൽ ചിലപ്പോൾ മുടി തേക്കുമ്പോൾ മുടി കറക്കുകയല്ലേ ചെയ്യുന്നത്. ചിലപ്പോൾ മുടി പൊഴിഞ്ഞു പോകും. ഓ ഇറ്റ്സ് എ വെരി റിസ്കി ബിസിനസ്. ഞങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കണം. ആളുകളുടെ മുടി കൊഴിയാൻ പാടില്ല. അതെ. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് എന്തായാലും ഇത് തൊടുമ്പോഴും പിടിക്കുമ്പോഴൊക്കെ സ്കിന്നിൽ തൊടും. സ്കിന്നിൽ അലർജി ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു R&D ഡിവിഷൻ ആദ്യമേ തന്നെ ഞങ്ങൾ രൂപപ്പെടുത്തിയിരുന്നു. വളരെ ശക്തമാണ് ഞങ്ങളുടെ R&D ഡിവിഷൻ. ഞങ്ങൾ വളരെ ഓരോ നിമിഷവും ഇന്നൊരു ദിവസം പോലും രാവിലെ R&Dയുടെ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ വന്നിരിക്കുന്നത്. അവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇത് വരുന്ന എല്ലാ പ്രശ്നങ്ങളും അപ്പോഴപ്പോഴ പരിഹരിക്കുക. അതാണ് ഞങ്ങൾ നോക്കുന്നത്. പിന്നെ ഓരോ ദിവസവും അപ്ഡേഷൻ. ഓരോ ദിവസം ഞങ്ങൾ പുരോഗതിയിലേക്ക് മാറണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മനസ്സിലായി സാർ. സാർ ഇപ്പോൾ ഈ സാറ് അലർജീസിന്റെ പ്രോബ്ലം പറഞ്ഞു. ലൈക്ക് ഇങ്ങനെ ലൈക്ക് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഇങ്ങനെ അലർജീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ലൈക്ക് അത് എന്താ പറയാ കമ്പനിയുടെ ഗുഡ് വില്ലിനെ എഫക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടായി കാണുമല്ലോ. തീർച്ചയായിട്ടും സാർ ആ പ്രോബ്ലത്തിന് എങ്ങനെ ടാക്കിൾ ചെയ്ത്? നമുക്ക് അലർജിയെക്കുറിച്ച് പറയുമ്പോൾ ചെറിയ 1-2 കാര്യങ്ങൾ കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ പല ആളുകൾക്കും പൗഡർ ഇപ്പം നമ്മുടെ ആംപിറ്റിലൊക്കെ പൗഡർ ഉപയോഗിക്കുന്നുണ്ട്. പണ്ടൊക്കെ ഇപ്പോഴൊന്നും ആളുകൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പം എല്ലാം സ്പ്രേ ഒക്കെയാണ് ഉപയോഗിച്ച് തുടങ്ങുന്നത്. പക്ഷെ അന്നൊക്കെ പൗഡറാണ് പണ്ട് കാലത്ത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഉപയോഗിക്കുന്നത്. ഈ പൗഡർ ഇട്ട അലർജി ഉള്ളവരുണ്ട്. ചൊറിഞ്ഞ് തടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പൗഡറിലെ ഏതോ ഒരു സാധനം അലർജി ആയിരിക്കാം. അതെന്താണെന്നുള്ളത് ഓരോരുത്തരും അനുസരിച്ച് ഡിഫറൻ്റ് ആയിരിക്കും. മനസ്സിലായി സാർ. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ഈ അടുത്ത കാലത്ത് മരണമടഞ്ഞു. അലർജി കൊണ്ടല്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ അലർജി എന്ന് പറയുന്നത് പഴങ്ങളായിരുന്നു. അദ്ദേഹത്തിന് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റില്ല. ശരീരം മുഴുവൻ പൊങ്ങി വരും. തൊലിയെല്ലാം പൊങ്ങി വല്ലാതെ വരും. അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അലർജി വന്ന് നമ്മൾ അത്ഭുതത്തോട് ചോദിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു 32 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഈ 32 ഇൻഗ്രീഡിയൻസിൽ നമ്മൾ പ്രധാനമായിട്ടും പേടിക്കുന്ന ചില ഇൻഗ്രീഡിയൻസ് ആയിരിക്കില്ല താങ്കൾക്ക് അലർജി ഉണ്ടാക്കുന്നത്. അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഫ്രാഗ്രൻസ് ആയിരിക്കും. ഞങ്ങൾ ഉപയോഗിക്കുന്ന റോസ് ഓയിലായിരിക്കും. അപ്പോൾ ഏതാണ് അലർജി ഉണ്ടാവുമെന്ന് പറയില്ല. അപ്പോൾ 1,00,000 ഒരാൾക്കൊക്കെ അലർജി വരിക എന്ന് പറഞ്ഞാൽ വലിയ ഗൗരവമുള്ള കാര്യമായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നില്ല. അത് ഞങ്ങൾ ഇപ്പം ചില ആളുകൾക്ക് വേണ്ടി അത് നിരന്തരമായ ഗവേഷണം നടത്തി ചില കാര്യങ്ങൾ ചെയ്ത് അവർക്ക് വേണ്ടി പ്രത്യേക ഹെയർ കളർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ. ഈ സമൂഹത്തിൽ അങ്ങനെയുള്ളവരും ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞു ഇപ്പം നമ്മുടെ അത് വേറെ ഒരു അർത്ഥത്തിൽ ചെയ്യുന്ന അവർ ഒരു അലർജി ഉണ്ടായി അവർക്കൊരു വിഷമം വന്നപ്പോൾ അവർ ഈ വിവരം ഞങ്ങളുടെ അടുത്ത് വളരെ വന്ന് പറയുകയാണ് ഇങ്ങനൊരു സാധനമാണ് അലർജി ആണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഓരോ അലർജി ടെസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ നിർദ്ദേശിക്കുകയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ പോയി ടെസ്റ്റ് ചെയ്തവരൊക്കെ ഉണ്ട്. അങ്ങനെ നിർദ്ദേശിക്കുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് അലർജിക്കായിട്ടുള്ള കാരണം ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. പക്ഷേ അങ്ങനെ കണ്ടുപിടിച്ച് അങ്ങനെ 1-2 പേർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തു തുടങ്ങി. ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു 10-15 പേർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകം ഉണ്ടാക്കണം. അതൊരു വലിയ സംഭവമായിട്ട് ഞങ്ങൾ തോന്നുന്നില്ല. എന്നുവെച്ചാൽ ഇച്ചിരി മെനക്കേടാണ് ഞങ്ങൾക്ക്. അത് അത്ര മെനക്കെട്ട് അത് ഉണ്ടാക്കി കൊടുത്താൽ അതിനൊന്നും ഒരു കൂലിയൊന്നും കിട്ടത്തില്ല. എന്നിരുന്നാലും അത് ഞങ്ങൾക്ക് തരുന്ന സംതൃപ്തി വലുതാണ്. മനസ്സിലായി സാർ. സാർ എനിക്ക് സിസോ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർമ്മ വരുന്നത് ലൈക്ക് സിസോയുടെ പരസ്യങ്ങളാണ്.
ഞാൻ ആക്ച്വലി ഒരുപാട് കണ്ടിട്ടുള്ള സിസോയുടെ പരസ്യങ്ങളാണ്. ഒരു കുട്ടിയും അച്ഛനുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉള്ള ഒരു പരസ്യം. ലൈക്ക് നരച്ച മുടിയുള്ള ഒരു അച്ഛൻ സ്കൂളിൽ വരണ്ട എന്നൊരു കുട്ടി പറയുന്നത്. സർ ലൈക്ക് ഇങ്ങനത്തെ പരസ്യങ്ങൾ, ആ പരസ്യം ഒരുപാട് കോൺട്രവേഴ്സിയും ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് ഉണ്ട് തോന്നുന്നത്. ഉണ്ട് ഉണ്ട്. അപ്പോ സർ ഈ പരസ്യങ്ങൾ സാറിന് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? കോൺട്രവേഴ്സിയിലേക്ക് നമുക്ക് പക്ഷെ ആദ്യം ഇത്ര ഈ വെറൈറ്റി ആയിട്ടുള്ള പരസ്യങ്ങൾ എത്രത്തോളം സാറിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? മിക്കവാറും ഞങ്ങൾ ഒരുപാട് പരസ്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരല്ല ഞങ്ങൾ. എന്നാലും ആ. വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ. ചെയ്ത പരസ്യങ്ങളെല്ലാം തന്നെ അറിയപ്പെടുന്ന സംവിധായകരോ അങ്ങനെ അല്ലെങ്കിൽ വളരെ അറിയപ്പെടുന്ന ഇപ്പം ഈ ഓ. കേരളത്തിലെ ഏറ്റവും വലിയൊരു സിനിമാ സംവിധായകനാണ് ഈ നേരത്തെ പറഞ്ഞ അച്ഛനും കുട്ടിയും കൊണ്ടുള്ള കോൺവെർസേഷൻ എടുത്തിരിക്കുന്നത്. ഡോക്ടർ അല്ല ബിപിൻ ദാസ് എന്ന് പറയും. ബിപിൻ ആ ദാസ് ആണ് അതിൻ്റെ ഡയറക്ടർ. ജയ ജയ ഹേ അതെ അതെ സിനിമ ജയ ജയ എഴുതുക അദ്ദേഹം. പുള്ളിക്കാരനാണോ ഇതെടുത്തത്? അതെ അദ്ദേഹമാണ് ആ പരസ്യം എടുത്തത്. പുള്ളിയുടെ ഐഡിയ തന്നെയായിരുന്നോ? ഞങ്ങളൊരു ഐഡിയ കൊടുത്തു. പക്ഷേ അത് പുള്ളിയാണ് എക്സ്പാൻഡ് ചെയ്ത് ഇതുപോലെ ആക്കി എടുത്തത്. ഓ, പുള്ളി വളരെ അതിന്റെ ക്രെഡിറ്റ് ഗോസ് ടു ഹിം. ഓക്കെ. ക്രെഡിറ്റ് ഗോസ് ടു ഹിം. അദ്ദേഹത്തിന് തന്നെ ഉള്ളതാണ്. അതൊരു സക്സസ്ഫുൾ പുള്ളിയുടെ അഡ്വർടൈസ്. ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് എനിക്ക് തോന്നുന്നു ലൈക്ക് ഇപ്പോഴായിരുന്നെങ്കിൽ ചിലപ്പോ നരച്ച മുടിയുള്ള ഇപ്പോഴാണെങ്കിലും അച്ഛൻ ചെയ്യും. സ്കൂളിൽ പോട്ടെ എന്ന് പുള്ളി അല്ല വിചാരിച്ചു. ഇപ്പോഴാണെങ്കിലും ചെയ്യും. അദ്ദേഹം അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഇപ്പോഴാണെങ്കിലും ഒരു പരസ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്തു തരും. ഓക്കെ. ഓക്കെ സാർ. ലൈക്ക് ഈ അന്നത്തെ ആ കോൺട്രവേഴ്സി സാറ് എങ്ങനെയായിരിക്കും ടാക്കിൾ ചെയ്തത്? കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ അന്ന് ഉണ്ടായ കോൺട്രവേഴ്സി പ്രധാനമായിട്ടും ഞങ്ങൾക്ക് രണ്ട് ഇടത്തു നിന്നാണ് വലിയ കോൺട്രവേഴ്സി വന്നത്. ഒന്ന് ഡൽഹിയിൽ നിന്നും ഒന്ന് മുംബൈയിൽ നിന്നും. ഓ, ഇവിടെ നിന്ന് ഔട്ട് ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റിൽ നിന്നാണ് വന്നത്. കാര്യം ഇതിൻ്റെ ഹിന്ദി വെർഷനും ഉണ്ടായിരുന്നു. ഓക്കെ അപ്പോൾ ഓക്കെ. അവിടെ വന്നപ്പോൾ അവിടുന്ന് അജ്ഞാതരായ 2-3 പേര് ഞങ്ങൾക്കെതിരെ കോടതി മുഖാന്തരമൊക്കെ നോട്ടീസ് അയക്കുകയും പരസ്യം ചെയ്തു. എന്താ ആ. പറയുക, കുട്ടികളെ കൊണ്ട് ഹെയർ ഡേയെ കുറിച്ച് പറയിക്കാൻ പാടില്ലെന്നാണ് ഓക്കെ ഓക്കെ. അവരുടെ അഭിപ്രായം. അപ്പം ഞങ്ങളതിന് ഈ ഒരു ഈ അഡ്വർടൈസ്മെന്റ് ബ്യൂറോ ഉണ്ടല്ലോ. ഈ അജ്ഞാതരെ സാർ എപ്പോഴെങ്കിലും അന്വേഷിച്ച് ഇല്ല ശ്രമിച്ചോ? അജ്ഞാതർ ആരാണെന്നുള്ളത് നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. എന്നാലും ഈ അതൊന്നും മാർക്കറ്റിലുള്ള കോമ്പറ്റീഷൻ അല്ല അല്ലായിരിക്കാം. നമുക്ക് അങ്ങനെ ഉറപ്പില്ലാന്ന് പറയുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾ അതിനെ കുറിച്ച് ഒരു ആരോപണം പറഞ്ഞാൽ ഞാനത് നിഷേധിക്കുന്ന പോലെ അവരും നിഷേധിക്കും, അത്രേ ഉള്ളൂ. അല്ല സാർ, അപ്പൊ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു പ്രശ്നമാണ്. ഒരുപാട് അജ്ഞാതരുണ്ട് പലരെ പറ്റി ആരോപണം ഉന്നയിക്കാനും. ഇല്ല ഞാൻ അങ്ങനെ ആരെക്കുറിച്ചും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അവരൊരു പറയുന്ന ഒരു കാര്യമാണല്ലോ. അപ്പം നമുക്കതിനെ സാറ് സീരിയസ് ആയിട്ട് നേരിടണം. എടുത്തു. അല്ല നേരിടണമല്ലോ. അത് നമുക്ക് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ തിരുത്തണം. അപ്പം ഞങ്ങൾ ആലോചിച്ചപ്പോഴത്തേക്ക് ഒരു കുട്ടി അയാളുടെ അച്ഛൻ ചെറുപ്പക്കാരനായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല, എവിടെയാണ് മിസ്റ്റേക്ക് എന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. അത് തന്നെയാണ് ഞങ്ങൾ ഇപ്പം ഇവിടെ ഉള്ള നാഷണൽ ഇതിനൊക്കെ ഉള്ള കമ്മിറ്റികളിലൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അത് തന്നെയാണ്. ഒരു കുട്ടിക്ക് അയാളുടെ കളിക്കൂട്ടുകാരനായിരിക്കാനല്ലേ അച്ഛനെ ആഗ്രഹം. ആ പക്ഷേ അതുപോലെ തന്നെ ഇരിക്കണം, എന്നെ പോലെ തന്നെ കൂടെ നടക്കണം, എന്നെ പോലെ തന്നെ കളിക്കണം. എൻ്റെ സ്കൂളിൽ വരുമ്പോൾ എൻ്റെ അച്ഛൻ ഏറ്റവും മികച്ചതായിരിക്കണം, മിടുക്കനായിരിക്കണം, സുന്ദരനായിരിക്കണം എന്നൊക്കെ എല്ലാ കുട്ടികൾക്കും ആഗ്രഹം ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. അത് പറയുന്നല്ലോ എന്താ തെറ്റ്? അല്ല സാർ, ഈ നര ഇപ്പോഴത്തെ ഒരു ഇതൊക്കെ വെച്ച് നമ്മൾ വളരെ പൊളിറ്റിക്കലി കറക്റ്റ് ആവണമെന്നാണല്ലോ. ഇപ്പൊ ഈ നര എന്ന് പറയുന്നത് ലൈക്ക് എന്താ പറയാ, അത് ഏത് പ്രായത്തിലും ആർക്കാണോ വരാവുന്നൊരു സാധനമല്ലേ സാർ. ഇപ്പൊ നരയും സൗന്ദര്യമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് എന്താ പറയാ, യൂഷ്വലി പലരും അതൊരു മിസ്റ്റേക്ക് ആയിട്ട് കാണും. പക്ഷെ ലൈക്ക് ഒരു കുട്ടിയുടെ മനസ്സാണ്, ലൈക്ക് അവർക്ക് വളരെ ബാലിശമായ ചിന്തകളാണ്. സാറിന്റെ ആഡിന്റെ കോൺസെപ്റ്റ് അത് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഇപ്പൊ 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 ഒരു 35 വയസ്സായിട്ടുള്ള ആളുകൾക്ക് പോലും നരയുണ്ട്, പലർക്കും എക്സാക്ട്ലി. നരയുണ്ട്. ഒരുപാട് എനിക്കുണ്ട് പേർക്കുണ്ട്. ഒന്ന് രണ്ടെണ്ണം അവിടെ ഇവിടെ. ഒരുപാട് പേർക്കുണ്ട്. അപ്പം നരയുണ്ടാവുന്നത് ഒരു പ്രായവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ പോലും അപൂർവമായിട്ട് ചിലർക്കൊക്കെ ചെറുപ്പത്തിൽ തന്നെ വരാറുണ്ട്. പക്ഷെ കുട്ടികളുടെ മനസ്സിൽ അവർ കാണുന്നത് ചെറിയ കുട്ടികളെ, അവരുടെ പ്രായത്തിലുള്ള സമപ്രായക്കാരെ. അതെ എക്സാക്ട്ലി. അപ്പം അവർ കാണുന്ന ആ പ്രസരിപ്പുള്ള ചെറുകുറുക്കുള്ള എൻ്റെ അച്ഛനും അങ്ങനത്തെ, ഞങ്ങളൊക്കെ കളിക്കൂട്ടുകാരാണെന്ന് പറഞ്ഞ് ആ ഒരു കോൺസെപ്റ്റ് അങ്ങനത്തെ ആ പരസ്യത്തിലുള്ളൂ. ആ കുട്ടി അങ്ങനെ ആഗ്രഹിച്ചെന്നു. അപ്പോൾ അച്ഛൻ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണ്. അല്ല അദ്ദേഹം മുടി നരപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതെ. അവിടെ നിങ്ങൾ ആലോചിക്കാത്തത് അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സൗന്ദര്യം സംരക്ഷിക്കാൻ വേണ്ടി അല്ല മുടി ധരിപ്പിച്ചത്, ആ കുഞ്ഞിന് വേണ്ടിയാണ് ചെയ്തത്. ആ കുഞ്ഞിൻ്റെ പ്രായത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി ചെയ്തത്. അതാണ് ഞങ്ങളുടെ പരസ്യത്തിന്റെ കോൺസെപ്റ്റ്. വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ ഉപേക്ഷിക്കാം. എക്സാക്ട്ലി. മുടി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ സംവിധായകരിൽ പലരും അല്ലെങ്കിൽ പ്രശസ്തരായ പലരും മുടി കറുപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. നമ്മൾ ആരെങ്കിലും അവര് മോശക്കാരാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇല്ല സാർ, പറ്റില്ല. മുടി നരയ്ക്കുന്നതുകൊണ്ട് സൗന്ദര്യം പോയെന്നൊന്നും പറയാൻ പറ്റില്ല. സൗന്ദര്യം ഒരുപാട് കാര്യങ്ങളിലല്ലേ. എൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വത്തിലാണ് കൂടുതൽ സൗന്ദര്യം ഇരിക്കുന്നത്. എക്സാക്ട്ലി. പിന്നെ ചെറുപ്പക്കാരായിട്ടിരിക്കാനുള്ള ആഗ്രഹം എല്ലാ മനുഷ്യന്റെ ഒരു ചെറിയ സ്വാർത്ഥതയാണെന്ന് വേണമെങ്കിൽ കുട്ടിക്കോ. ഓക്കെ സാർ. സാർ, സാറിനെ പറ്റി ആക്ച്വലി ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ ഐ സോ സംതിങ്. ഇതേ കോൺട്രവേഴ്സിയുടെ ലേബലിൽ വരുന്നൊരു സംഭവമാണ് എന്ന് എനിക്ക് തോന്നി. വേറൊന്നുമല്ല, ലൈക്ക് എസ് പിയുമായി, അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ചില പ്രോബ്ലംസ്. ആ പ്രോബ്ലംസ് എന്തൊക്കെയാണ് സാർ? അത് ഞാൻ പറഞ്ഞല്ലോ 2019 ഞങ്ങൾ സ്വന്തമായിട്ട് ഈ
ഹെയർ കളറിൻ്റെ ഉൽപ്പാദനം കേരളത്തിൽ തുടങ്ങുന്നത്. അപ്പോൾ ഓക്കെ. കേരളത്തിൽ തുടങ്ങുമ്പോഴത്തേക്കും ഞങ്ങൾ ആദ്യം തന്നെ ഇവിടെ വ്യവസായം നടത്തണമെങ്കിൽ അനുമതിയൊക്കെ വാങ്ങിക്കണം. അങ്ങനെ അനുമതിക്കായിട്ട് ചെന്നപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്നൊക്കെ അനുമതി കിട്ടി. അന്ന് ഈ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊക്കെ അനുമതി കിട്ടി. പക്ഷേ സ്ഥലം കിട്ടിയില്ല. ഇതെവിടെയെങ്കിലും വെച്ച് ഉൽപ്പാദിപ്പിക്കാനായിട്ടൊരു വ്യവസായശാല വേണമല്ലോ. അതും വളരെ ഭയങ്കര കോഷ്യസായിട്ട് ചെയ്യേണ്ട ഒരു ഇതാണ്. ഒരുപാട് സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ വേണം ഈ വ്യവസായശാലയ്ക്ക്. ഹെയർ കളർ ഉണ്ടാക്കുന്നത് അഡൾട്രേഷൻ ഒന്നും പാടില്ല. വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അതെ. അങ്ങനെ വ്യവസായശാല അന്വേഷിച്ച് നടന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല. പക്ഷേ അങ്ങനെ 2019 ഞങ്ങളൊരു വ്യവസായശാല വിലയ്ക്ക് വാങ്ങിക്കുകയാണ് ചെയ്തത്. ഇപ്പം അലോട്ട്മെൻറ്റ് കിട്ടാൻ ഒരുപാട് താമസിക്കും എന്നുള്ളതുണ്ട്. അപ്പോൾ അത് 2019 കഴിഞ്ഞ് 2021 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആ വ്യവസായശാലയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് കേരളത്തിൽ ഉള്ള പോലും കൊടുക്കാൻ പറ്റുന്നില്ല. അതിനിടയ്ക്ക് ഗൾഫ് നാടുകളിലേക്കൊക്കെ അയച്ചു തുടങ്ങി. മുംബൈ, ഡൽഹി, ഒരുപാട് സ്ഥലങ്ങളിലേക്ക്, ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും കുറച്ച് കുറച്ച് അയച്ചു തുടങ്ങി. ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ആകപ്പാടെ ഒരു 32 സെൻറ്റ് സ്ഥലത്ത് ഒരു ചെറിയ ബിൽഡിങ്ങിലാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ പ്രൊഡക്ഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. എക്സ്റ്റെൻസീവ് അമൗണ്ട്സ് ഓഫ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലൈക്ക് ഗൾഫിലുണ്ട്, ലൈക്ക് വേറെ സ്പ്രെഡ് അക്കോസ് ഈ കോസ്മെറ്റിക് ഓൾമോസ്റ്റ് എവരിവെയർ. എല്ലാ കോണ്ടിനെന്റ്സിലും. ഇപ്പൊ ഒരിടത്ത് നിന്ന് പോയത് അമേരിക്കയിൽ മാത്രമാണ്. ഇപ്പൊ അമേരിക്കയിൽ ഒരു പ്രശ്നം വന്ന ശേഷം അമേരിക്കൻ സെയിൽസ് ഇല്ല. ഇപ്പോൾ ഞങ്ങൾക്ക് ആമസോൺ അമേരിക്കയിലാണ് ഞങ്ങൾ വിറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ ആമസോണിൽ ഇപ്പോൾ എടുക്കുന്നില്ല. അത് ഉടനെ മാറുമായിരിക്കും, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും കിട്ടും. മിക്കവാറും നിങ്ങളൊക്കെ പോകുമ്പോൾ മിക്കവാറും എല്ലാ ഷോപ്പിലും കിട്ടും. വ്യാപകമായല്ല, ഒരു സെലക്ടഡ് ഷോപ്സിൽ ഒരു 1% ഒക്കെ ഞങ്ങൾ എല്ലായിടത്തും ഞങ്ങളുടെ പ്രസൻസ് ഉണ്ട്. അതിപ്പോൾ കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2020 തുടങ്ങിയെന്ന് പറഞ്ഞു. 21 ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ടൈറ്റായി. നിൽക്കാൻ സ്ഥലമില്ല, നിന്ന് തിരിയാൻ സ്ഥലമില്ല, ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാൻ പറ്റില്ല, ഡിമാൻഡ് കൂടി വരുന്നു. അങ്ങനെ ഞങ്ങളൊരു ഗവൺമെൻറ്റിനെ സമീപിക്കുന്നു. ഞങ്ങൾക്ക് ഇച്ചിരി വലിയ ഫാക്ടറി കിട്ടിയാൽ കൊള്ളാം, ഏതെങ്കിലും ഒരു സ്ഥലത്ത്, പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത്. ഞങ്ങളിപ്പം നിലവിലുള്ള ഫാക്ടറിക്ക് തൊട്ടടുത്ത് കിട്ടിയാൽ വല്ല സൗകര്യമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കിട്ടിയെങ്കിലും അത് അവർക്ക് തരാൻ പറ്റില്ല. അവരിൽ ഇല്ല, അവൈലബിൾ പ്ലേസസ് ഇല്ല. അവൈലബിൾ പ്ലേസസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേറെ ഓപ്ഷൻ നോക്കി, വേറെ സ്ഥലം മേടിച്ച്. വ്യവസായത്തിനൊരു ബുദ്ധിമുട്ടുണ്ട്, അറിയാലോ. വ്യവസായ ഏരിയയിലെ വ്യവസായം ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാതിരിക്കുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് പൊല്യൂഷൻ ഉണ്ടാവും. ഇത് ഞങ്ങൾ ഒരുപാട് മിഷനറീസൊക്കെ വെച്ചിട്ടാണ് ഈ വെള്ളത്തെയൊക്കെ ശുദ്ധീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. വെള്ളം ശുദ്ധീകരിക്കണം, റീയൂസ് ചെയ്യണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. കെമിക്കൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ കെമിക്കൽ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് സൂക്ഷിക്കണം. തൊട്ടടുത്തുനിന്ന് അയൽവാസികൾ അല്ലെങ്കിൽ മനുഷ്യ ജീവിക്കുന്ന സാധാരണഗതിക്ക് കുടുംബങ്ങളോ ചെറിയ വീടുകളോ ഒന്നും പാടില്ല. അപ്പോൾ വ്യവസായ സ്ഥലത്ത് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ, വ്യവസായ മേഖലയിലായിരിക്കണം. അപ്പോൾ അങ്ങനെ കിട്ടാതെ വന്നപ്പോൾ ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോഴാണ് SBIയുടെ ഒരു പരസ്യം 2022 ഞങ്ങൾ കാണുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഞങ്ങളുടെ വ്യവസായശാലയ്ക്ക് ഏതാണ്ട് ഒരു 300-400 മീറ്ററിൻ്റെ അകത്ത് തന്നെയുള്ള മറ്റൊരു വ്യവസായശാല SBI വിൽക്കാൻ പോകുന്നു. അപ്പം ഞങ്ങൾ വളരെ വളരെ അറ്റാച്ച് ചെയ്ത പ്രോപ്പർട്ടി. അതെ, അവർ ഒരു വ്യവസായം നടത്തിക്കൊണ്ടിരുന്ന വ്യവസായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ലോൺ എടുത്തു. ലോൺ കൃത്യസമയത്ത് അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ആ പ്രോപ്പർട്ടി സർഫാസി നിയമം എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്, സർഫാസി നിയമം. ഈ നിയമം അനുസരിച്ച് അവർ കോടതി വഴി അറ്റാച്ച് ചെയ്തെടുക്കുക ചെയ്തത്. എന്നിട്ട് അവർക്ക് ലേലത്തിൽ കൊടുക്കാൻ ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്. അത് സർഫാസി ആക്ടിൽ പറയുന്നുണ്ട്. അത് ലേലത്തിൽ കൊടുക്കാം. അങ്ങനെ ലേലത്തിൽ ഒരു ബസ് കൊടുക്കാണ്ടെന്ന് കാണും. അത് 1 ഏക്കറിലധികം ഉണ്ട്, കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ നോക്കിയപ്പോൾ കറക്റ്റ് സ്ഥലമാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടുമില്ല, പെട്ടെന്ന് തുടങ്ങാമല്ലോ. ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ സ്ഥലം അന്വേഷിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതിൻ്റെ അകത്ത് പങ്കെടുക്കുകയും ലേലത്തിൽ പങ്കെടുക്കുകയും ഞങ്ങൾ അതിൻ്റെ അകത്ത് സക്സസ്ഫുൾ ബിഡറായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ 2022 നവംബർ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ ലേലത്തിൽ പങ്കെടുത്ത് ഞങ്ങൾ ബിഡറായി. അപ്പോൾ 4 കോടി. എത്ര സ്ഥലമാണ് സാർ? അത് 1 ഏക്കറിലധികം സ്ഥലം ഉണ്ടായിരുന്നു. അവർ പറയുന്നത് 1 ഏക്കർ 5 സെന്റ് ഉണ്ടെന്ന് പറഞ്ഞാണ് ഞങ്ങൾ വായിക്കുന്നത്. അവർ പറയുന്നത് ഞങ്ങളെ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് ആ ബിൽഡിങ്ങും സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു. ഇത്ര മതി, ഞങ്ങൾക്ക് തൽക്കാലത്തെ വികസനം അത് മതിയെന്ന് വിചാരിച്ച് ഞങ്ങളത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 4,81,00,000 രൂപ ലേലത്തിൽ ഞങ്ങൾ ആ സ്ഥലം വാങ്ങിച്ചു. ലേലം ഞങ്ങൾ പൈസ അടച്ച ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവർ ഞങ്ങൾക്ക് സെയിൽസ് സർട്ടിഫിക്കറ്റ് തന്നു. പിന്നെ അടുത്ത കടമ്പയാണ്. സെയിൽസ് സർട്ടിഫിക്കറ്റ് തന്ന് ഈ സ്ഥലവും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെ അവിടെ പോയി ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആരംഭിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ മിഷനറിയൊക്കെ ഓർഡർ കൊടുക്കണം. ഞങ്ങൾ മിഷനറിക്ക് എല്ലാം ഓർഡർ കൊടുത്തു. അതെല്ലാം വരും, മാർച്ചോട് കൂടി എല്ലാം വരും. അതിനു മുമ്പ് ഞങ്ങൾക്ക് ഇതെല്ലാം പ്രോസസ്സ് തീർക്കണം. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ സ്ഥലത്തിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ചെയ്യണം. ആദ്യം ഈ ഡോക്യുമെൻറ്റേഷൻ കറക്റ്റ് ചെയ്തിട്ട് വേണം ഞങ്ങൾ വ്യവസായ വകുപ്പിനെ സമീപിച്ചിട്ട് അവിടെ നിന്ന് പെർമിറ്റ് വാങ്ങിക്കാൻ. അവിടെ നിന്ന് ഞങ്ങൾക്ക് ലൈസൻസ് തരണം. ഈ ലൈസൻസ് എടുത്ത് അവിടെ വ്യവസായം തുടങ്ങാനുള്ള അനുമതി പത്രം എല്ലാം വാങ്ങിച്ച ശേഷം, തുടങ്ങിയ ശേഷം മാത്രമേ
ഞങ്ങൾക്ക് ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യയുടെ കൺട്രോളിലുള്ള ഓഫീസുണ്ട്, ഡ്രഗ് കൺട്രോളർ ഓഫീസ്. അവിടെ നിന്ന് ലൈസൻസ് എടുക്കണം. ഓക്കെ സാർ. ഇത്രയും പ്രോസസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇൻഡസ്ട്രി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആദ്യമേ ഞങ്ങൾ ഒരുപാട് പേപ്പർ വർക്കിൽ ഇൻവോൾവ് ആണ്. ഇൻവോൾവ് ആണ്. അതിൽ ഈ വ്യവസായ വകുപ്പിൻ്റെ സർട്ടിഫിക്കറ്റിനൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എല്ലാ കാര്യങ്ങളും സർട്ടിഫിക്കറ്റ്സും നമ്മൾ കൊടുക്കുന്ന രേഖകളെല്ലാം കറക്റ്റാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും. അവർ നന്നായിട്ട് വ്യവസായികളെ സഹായിക്കുന്ന രീതി സമീപനമാണ് ഈ കേരള വ്യവസായ വകുപ്പിനുള്ളത്. അപ്പം ഞങ്ങൾ ആദ്യമേ ചെയ്തത് തന്നെ ഡോക്യുമെൻറ്റേഷൻ കറക്റ്റ് ചെയ്യണം, എന്നിട്ടേ ആ വ്യവസായം പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഡോക്യുമെൻറ്റേഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു പട്ടയം പിടിക്കുക എന്ന് പറഞ്ഞൊരു, മലയാളത്തിൽ പറഞ്ഞ പട്ടയം പിടിക്കുക. ആ പട്ടയം പിടിക്കാനായിട്ട് ഞങ്ങൾ ആദ്യമേ ചെല്ലുന്നത് വില്ലേജ് ഓഫീസിലാണ്. ഓക്കെ സാർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ രജിസ്ട്രേഷൻ നടത്തണം സ്ഥാപനത്തിൻ്റെ പേരിൽ. ഇത് കഴിഞ്ഞിട്ട് പ്രോപ്പർട്ടി നമ്മുടെ ആവുള്ളൂ. നമ്മുടെ ആയി കഴിഞ്ഞ ശേഷം അതുമായിട്ട് വേണം ഞങ്ങൾക്ക് ഇൻഡസ്ട്രീസിൽ പോകാൻ. അപ്പോൾ ഞങ്ങൾ ആദ്യമേ ചെയ്യുന്നത് വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ തന്നെ മനസ്സിലായി ഈ വസ്തുവിന് പട്ടയമില്ല. പട്ടയം കുഴപ്പമില്ല, പട്ടയമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാര്യം വെച്ചാൽ വ്യവസായ ഭൂമിയല്ലേ, പട്ടയം നിർബന്ധമൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വ്യവസായ ഭൂമി ആയതുകൊണ്ട് തരുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവർക്ക് വ്യവസായം നടത്താൻ മാത്രമേ പറ്റുള്ളൂ. ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യാനോ വേറെ ഒരു ആക്ടിവിറ്റീസും പറ്റത്തില്ല. ഒരു ട്രാൻസാക്ഷൻസ് അവിടെ പോസിബിൾ അല്ല, ഒന്നും പറ്റില്ല. ഞങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു വ്യവസായിക്ക് കൊടുക്കാം, അതും ഗവൺമെന്റ് അനുമതിയോടുകൂടി. അല്ലാതെ പറ്റത്തില്ല. ഇത് പ്രോപ്പർട്ടി ഗവൺമെന്റിന്റെയാണ്. ഞങ്ങൾക്ക് അതിന്റെ ഉടമസ്ഥാവകാശം കിട്ടുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിൽക്കാനൊന്നും പറ്റത്തില്ല. അവിടെ വ്യവസായം ചെയ്യാൻ പറ്റും, അത് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ മനസ്സിലായി ഇത് രജിസ്റ്റർ ചെയ്ത് തരാൻ പറ്റത്തില്ല, അതിന് തടസ്സങ്ങൾ ഇന്നതുണ്ട്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ പ്രോപ്പർട്ടിയുടെ സർവേ നമ്പർ ഞങ്ങൾ കണ്ട പ്രോപ്പർട്ടിയുടെ അല്ല. അത് എൻ്റെർലി ഡിഫറൻ്റായി മറ്റൊരു പ്രോപ്പർട്ടിയുടെ നമ്പറാണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പം ഞങ്ങൾക്കത് രജിസ്ട്രേഷൻ നടക്കില്ല. രജിസ്ട്രേഷൻ നടക്കാതെ വ്യവസായ വകുപ്പിൽ അപേക്ഷ കൊടുക്കാൻ പറ്റില്ലല്ലോ, എന്നിട്ടല്ലേ ഡ്രഗ് കൺട്രോളർ ഓഫീസിൽ പോകേണ്ടത്. ഇതൊന്നും നടക്കാതെ വന്നു. അപ്പം ഞങ്ങൾ ഇവരെ SBIക്കാരെ ഉടനെ തന്നെ സമീപിച്ചു. ഇതിൻ്റെ യഥാർത്ഥ നമ്പർ അനുസരിച്ച് ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ ഒരു സോറി ഫോർ ഇന്ററപ്റ്റിംഗ്, പുതിയ ലൈക്ക് അവർ കണ്ട സർവേ നമ്പർ, നിങ്ങൾ കണ്ട സർവേ നമ്പർ അല്ലെന്ന് പറഞ്ഞു. ലൈക്ക് ആ പുതിയ സ്ഥലം ലൈക്ക് അതും വേറെ ലൈക്ക് ഇവിടെ ഉള്ള സ്ഥലമാണോ അതോ വേറെ എവിടെയെങ്കിലും ഉള്ളൊരു സ്ഥലം? അതെല്ലാം ഈ ഒരു വ്യവസായം ഉണ്ടല്ലോ, മൺവിള എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തുള്ള മൺവിള വ്യവസായ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, സർക്കാരിൻ്റെ ആണത്. ആ ഭൂമിക്കകത്തൊരു ഭൂമിയാണ് അവർ വിറ്റത്. ഞങ്ങളും അതിൻ്റെ അകത്ത് തന്നെ വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത്, അതേ ഏരിയയിലാണ്. ഞങ്ങൾക്ക് അറിയാം, കണ്ടിട്ടുണ്ട്, തൊട്ടടുത്താണ്. ഏതാണ്ട് ഒരു ഞാൻ പറയില്ല 300-400 മീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് വളരെ കൺവീനിയൻ്റ് ആണ്. മനസ്സിലായി സാർ. അപ്പം ഞങ്ങൾക്ക് ഓടി പോകാനും ജീവനക്കാർക്ക് പോകാനും മറ്റേ ഇതിൻ്റെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേണമെന്ന് പറഞ്ഞില്ല, അതൊക്കെ ഇറക്കാനൊക്കെ ഞങ്ങൾക്ക് സൗകര്യമാണ്. അപ്പം ഞങ്ങളത് എടുത്തത് അങ്ങനെയാണ്. പക്ഷെ ഞങ്ങൾ കണ്ടതും കേട്ടതും ഒന്നും അല്ലായിരുന്നു. ഇവർ ലേലത്തിൽ വെച്ചപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. സാർ കാണിച്ചോളൂ സാർ. ഞങ്ങൾ പണം അടച്ചു കഴിയുമ്പോഴത്തേക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഞങ്ങൾക്ക് തന്ന സെയിൽസ് സർട്ടിഫിക്കറ്റാണത്. ഈ സെയിൽസ് സർട്ടിഫിക്കറ്റിൻ്റെ അകത്ത് സർവേ നമ്പർ പറയുന്നുണ്ട്, ഇത്ര സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നുണ്ട്, 108 എനിക്ക് തോന്നുന്നു, 108 സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതിൽ സർവേ നമ്പറും പറയുന്നുണ്ട്, 108 സെൻറ്റ് സ്ഥലം എന്നും പറയുന്നുണ്ട്. ഇതനുസരിച്ച് ഈ സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഞങ്ങൾ വില്ലേജ് ഓഫീസിലും രജിസ്ട്രേഷൻ നടത്താനായിട്ട് രജിസ്റ്റർ ഓഫീസിൽ പോകുന്നത്. ഈ രണ്ടിടത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇത് ഈ ഞങ്ങൾ പറയുന്ന ഭൂമിയുടെ സർവേ നമ്പർ അല്ല അത്. അപ്പോൾ ഞങ്ങൾ രേഖകൾ പരിശോധിച്ചപ്പോൾ ഒരു മനസ്സിലായി അതൊരു സർവേ നമ്പർ, അങ്ങനത്തെ ഒരു സർവേ നമ്പർ ആ വ്യവസായ എസ്റ്റേറ്റിൽ തന്നെയുണ്ട്, അത് മറ്റൊരാളുടെ ഭൂമിയാണ്. അതിനല്ലാതെ 42-43 സെന്റ് മാത്രമേ ഉള്ളൂ. സാർ വാങ്ങിയത് 1 ഏക്കറിന് മുകളിൽ, 1 ഏക്കർ 8 സെന്റ്, 1 ഏക്കർ 7-8 സെന്റോ അങ്ങനെ എന്തോ ഒരു ഇതാണ്. അത് ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എത്ര സെന്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഇല്ല, ആകെ 42 സെന്റുള്ള ഒരു ഭൂമിയുടെ സർവേ നമ്പർ വെച്ചിട്ടാണ് തന്നിരിക്കണേ. ഇതാണ് വിഷയം. അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ ഓടി വ്യവസായ വകുപ്പിൽ ചെന്നു, എന്താണെന്ന് അറിയണമല്ലോ. ആ വ്യവസായ വകുപ്പിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെയുള്ള സർവേ നമ്പറിൽ ഇപ്പം നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന ഭൂമി ആ സർവേ നമ്പറിൻ്റെ അല്ല, വേറൊരു സർവേ നമ്പർ. അതിന് ഓൾറെഡി ഒരു ഉടമസ്ഥനില്ലേ സാർ? ഉണ്ട്, അവിടെ വേറെ ഒരാൾ വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. വേറൊരാൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫാമിലി പ്ലാസ്റ്റിക്. അവരുടെ പ്രോപ്പർട്ടിയുടെ നമ്പർ വെച്ചിട്ട് അവർ എഴുതി തന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് അവിടെ കയറി ചെന്ന് ചെയ്യാൻ പറ്റുമോ? ഇല്ല, എന്താ ചെയ്യേണ്ടത്? അപ്പം ഞങ്ങൾ SBIയോട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ അകത്തുള്ള സർവേ നമ്പർ തിരുത്തി തന്നെ യഥാർത്ഥത്തിൽ നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഭൂമി ഞങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ ബാങ്കിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതെ, അവര് നമ്മുടെ എല്ലാവരും ജനങ്ങളുടെ ഹൃദയത്തിലുള്ള ഇതാണ്. ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ SBI ആണ്. ബൈ ഡിഫോൾട്ട് എന്ന് പറയുമ്പോൾ SBI എന്ന് പറയുമ്പോൾ നമുക്ക് ലൈക്ക് ഓക്കെ SBI ഈക്വൽസ് ട്രസ്റ്റ്,
എന്നൊരു സംശയം എന്താണ്? അതെ, SBI ഈക്വൽസ് ട്രസ്റ്റ്. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് ഓർമ്മ ഇങ്ങനൊരു വെച്ച കാലം തൊട്ട് SBI മാത്രമേ നമ്മൾ കേൾക്കണുള്ളൂ. അതെ, SBIയുടെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു ലാപ്സ് ഉണ്ടായിട്ടും അവരെന്തോ ഓൾട്ടർനേറ്റീവ് ആണ് സാർ പറയുന്നത്. ലൈക്ക് അല്ല, അവരുടെ ഒരു ഞങ്ങൾ സമീപനം പറഞ്ഞപ്പോൾ എങ്ങനെയാണ്? ഇത് മാറ്റി തരണം. ഈ സർവേ നമ്പർ വെച്ച് പറ്റില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചതും ഞങ്ങൾ ലേലം ചെയ്തിരിക്കണം, നോട്ടീസ് പതിച്ചിരിക്കുന്നതും ഒക്കെ വേറെ സ്ഥലമാണ്. ലേലം നടത്തിയൊക്കെ പബ്ലിക് ലേലമാണ്. അപ്പോൾ അവിടെ എല്ലാം ആ സ്ഥലം ഞങ്ങൾക്ക് ആ സർവേ നമ്പർ ഈ സെയിൽസ് സർട്ടിഫിക്കറ്റ് പുതുക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുഴപ്പമെന്താണെന്നറിയോ? ഇവർ ഏറ്റെടുത്തിരിക്കുന്നത് ഈ സർവേ നമ്പർ വെച്ച് 108 സെൻറ്റാണ്. ഇത് ഓ. വെറുതെ പോയി ഏറ്റെടുക്കാൻ പറ്റില്ല. കോടതി മുഖാന്തരമാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ കോടതിയുടെ കൊടുത്തിരിക്കുന്ന നമ്പർ തെറ്റാണ്. ഓ. അവർക്ക് പിന്നെ രണ്ടാമത് കോടതി പോകാൻ പറ്റുമോ? ഇല്ല. ഇല്ല. പറ്റും. അവർക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ കോടതിക്ക് മനസ്സിലാവും. പക്ഷേ മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? മിസ്റ്റേക്ക് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ സമാധാനം പറയേണ്ടി വരും. ആ ഉദ്യോഗസ്ഥരെ അവർക്ക് സംരക്ഷിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ കഷ്ടപ്പെടുന്നത്. അപ്പം നിവൃത്തിയില്ല. ഞങ്ങൾ തന്നെ വ്യവസായ വകുപ്പ് ചെന്നു. വ്യവസായ ചെന്നപ്പോഴാണ് അതിൻ്റെയൊക്കെ രസം. വ്യവസായ വകുപ്പ് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് എഴുതി തന്നു. ഞങ്ങൾക്ക് മാത്രമല്ല, അന്നത്തെ ഇവിടുത്തെ ലീഡ് ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്കാണ് ലീഡ്. ഈ ബാങ്കുകൾക്കെല്ലാം ഒരു സമിതിയുണ്ട്. ഈ പരാതികളെല്ലാം പോകുന്ന അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ പരാതിപ്പെട്ടപ്പോൾ അവർ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന് കൊടുത്ത കത്താണിത്. ഇതിൻ്റെ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, രണ്ട് പ്രോപ്പർട്ടിയാണ്, ഇതല്ല അതെന്ന്. അപ്പോൾ എല്ലാവരും പറയുന്നത് അങ്ങനെയാണെന്ന്. പക്ഷേ ഇവരെന്ത് ചെയ്താൽ സമ്മതിക്കില്ല. ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇത്, അതിന് നമ്പർ മാറിപ്പോയി വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ശരി, ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തന്നാൽ മതി. രജിസ്റ്റർ ചെയ്ത് തന്നിട്ട് വ്യവസായ വകുപ്പ് അനുവദിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് നമ്പർ മാറിപ്പോയാൽ എന്താണ്, സർക്കാർ സമ്മതിച്ചാൽ മതി. പക്ഷെ അവർ സമ്മതിക്കില്ല. അവരൊരിക്കലും സമ്മതിക്കില്ല. അവരുടെ ആ ഒരു മിസ്റ്റേക്ക് ഒരിക്കലും റെക്ടിഫൈ ചെയ്യാൻ അവർ റെഡിയല്ല. അല്ല, അതിൻ്റെ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഇതാണ്. സർഫാസി നിയമപ്രകാരം കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിച്ചിട്ടാണ് ജപ്തി ചെയ്തിരിക്കുന്നത്. പത്രത്തിൽ പരസ്യം കൊടുത്തു, ഇന്ത്യ മുഴുവൻ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടാണ് ലേലം നടത്തിയിരിക്കുന്നത്. ഇവിടെ എല്ലാം തിരുത്തി രണ്ടാമത് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇപ്പോൾ ഈ ലേലം നടത്തിയ ലേലത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരാൾ ആ സർവേ നമ്പർ ആയതുകൊണ്ടാണ് ഞാൻ പങ്കെടുക്കാതിരുന്നത്. എനിക്ക് അവസരം തന്നെ എന്ന് പറഞ്ഞാൽ കൊടുത്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ രണ്ടാമത് ചെയ്യാന്ന് പറഞ്ഞാൽ SBIക്ക് പ്രായോഗികമല്ല. അപ്പോൾ SBIക്ക് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഇത് ക്യാൻസൽ ചെയ്യുക. പക്ഷെ അതിനവർ തയ്യാറല്ല. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ സമാധാനം പറയണം. ഇവിടെയാണ് ഈ കുഴപ്പം പറ്റുക. ഇപ്പോഴാണ് ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങൾ കോടതിയെ സമീപിച്ചു. ഇവരുടെ അടുത്തുനിന്ന് പോയിട്ട് രക്ഷയില്ലാതെ ഞങ്ങൾ നടന്നു. അതിനു മുമ്പ് ഞങ്ങൾക്ക് വില്ലേജ് ഓഫീസർ വിവരാവകാശ നിയമപ്രകാരം വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്, ഈ സ്ഥലം അതല്ല എന്നും, ഇത് വേറെ സ്ഥലമാണ്. വില്ലേജ് ഓഫീസർ ഞങ്ങൾക്ക് തന്ന വിവരാവകാശ നിയമപ്രകാരമുള്ള രേഖയാണിത്. ഓക്കെ. ഈ രേഖകളെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾ നേരെ കോടതി പോയത്. ഓക്കെ സാർ. ഇവരുടെ അടുത്ത് പോയിട്ട് രക്ഷയില്ലാതെ വന്നപ്പോൾ ഞങ്ങൾ ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2024 ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. ഓക്കെ. ഇത് ഈ കാര്യം SBI പോലുള്ളൊരു വലിയ സ്ഥാപനം, പൊതുമേഖലാ സ്ഥാപനം, ജനങ്ങളുടെ മുഴുവൻ ഹൃദയത്തിലുള്ള ഏത് ഹൈക്കോടതിയല്ല, എല്ലാ കോടതികളിലെയും മുകളിലെന്നല്ല പറയുന്നത്, എല്ലാ കോടതികളിലും നടക്കാനുള്ള എല്ലാ മനുഷ്യരും വിശ്വസിക്കുന്ന ഒരു സ്ഥാപനം തെറ്റ് പറയുമെന്ന് കോടതിക്ക് ആദ്യമേ വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കോടതി സത്യസ്ഥിതി അറിയാനായിട്ടൊരു കമ്മീഷനെ നിയമിച്ചു. കമ്മീഷൻ നിയമിച്ചിട്ട് ഇതൊന്ന് കൃത്യമായിട്ട് അന്വേഷിച്ച് പറയാനായിട്ട് ഡയറക്ഷൻ കൊടുത്തുകൊണ്ട് വിട്ടു. ആ കമ്മീഷൻ സ്ഥലത്ത് വന്ന് എൻക്വയറി നടത്തി. എൻക്വയറി നടത്തിയപ്പോൾ കമ്മീഷൻ മനസ്സിലായി SBIക്ക് മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ ഇവിടെ കാണുന്ന സ്ഥലമല്ല, മറ്റൊരു സ്ഥലമാണ് ഇവർ വിറ്റിരിക്കുന്നത് രേഖകൾ പ്രകാരം. കാഴ്ചയ്ക്കെല്ലാം ഇതാണ്, പക്ഷെ രേഖയിൽ വേറെ സ്ഥലം വിറ്റിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, മിസ്റ്റേക്ക് ഇസ് മിസ്റ്റേക്ക്, അതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി ക്യാൻസൽ എന്നും പറഞ്ഞ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷൻ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു. ഇതാണ് കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ പകർപ്പ്. ഇത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കേരള ഹൈക്കോടതിക്ക് കൊടുത്ത റിപ്പോർട്ടിൻ്റെ പകർപ്പാണിത്. ഈ റിപ്പോർട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കമ്മീഷൻ അവിടെ പോയതും നേരിട്ട് എൻക്വയറി നടത്തിയതിൻ്റെ എല്ലാം ചിത്രങ്ങൾ സഹിതമാണ്, അളവെടുത്തതിൻ്റെ മെഷർമെൻറ്റും എല്ലാം. ഇതിന് ഈ കമ്മീഷനെ സഹായിച്ചത് കേരള സർക്കാരിൻ്റെ സർവേ വകുപ്പാണ്. വില്ലേജ് ഓഫീസർ, സർവേയർ എല്ലാം അടങ്ങുന്ന ഒരു വലിയ ടീമാണ് ഈ കമ്മീഷൻ എന്ന് പറയുന്നത്. അവരവിടെ നേരിട്ട് പോയി അളവ് എടുത്തിട്ടാണ് ഹൈക്കോടതി നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്, ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് മിസ്റ്റേക്ക് പറ്റിപ്പോയി, മിസ്റ്റേക്കുണ്ട്, അപ്പോൾ അതുകൊണ്ട് റിവൈസ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഹൈക്കോടതിക്ക് നിർദ്ദേശം കൊടുത്തു. അങ്ങനെ ഹൈക്കോടതി ഈ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട്
ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവാണിത്. ഉം. ഈ ഉത്തരവിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നറിയോ? SBIക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ ആ സർവേ നമ്പർ ഈ സർവേ നമ്പർ ഒന്നല്ല, രണ്ടും രണ്ടാണ്. ഈ കാണുന്ന ഈ പറയുന്ന ഇവർ ചൂണ്ടിക്കാണിക്കുന്ന വസ്തുവിൻ്റെ സർവേ നമ്പർ എൻ്റെ ഡിഫറൻ്റ് ആണ്. അവിടെ 108 സെൻറ്റുണ്ട്, 107 108 സെൻറ്റുണ്ട്. മറ്റത് 42 43 സെൻറ്റേ ഉള്ളൂ. അത് വേറൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഈ സർഫാസി നിയമപ്രകാരമുള്ള ലേലം അസാധുവാണ്. അതുകൊണ്ട് ഇത് ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുള്ള ഹൈക്കോടതിയുടെ ഉത്തരവാണിത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിക്കുകയും അതോടൊപ്പം തന്നെ മുഴുവൻ പൈസയും പലിശ സഹിതം ഞങ്ങൾക്ക് തിരിച്ചു തരാൻ ഉത്തരവിടുകയും ചെയ്തു. ഈ ഉത്തരവ് വന്നിരിക്കുന്നത് 2025 ഇപ്പോൾ. ഇനി അപ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം കഴിഞ്ഞല്ലോ, സമാധാനമായി എന്നായിരിക്കും. അതെ, പക്ഷേ ഇവിടെ obviously നമുക്ക് ഒബ്വിയസ്ലി ഞങ്ങളൊന്ന് ആശ്വസിച്ചു. നമുക്ക് ഇനിയെങ്കിലും കോർട്ടിന്റെ നമ്മൾ ഉത്തരവുണ്ടല്ലോ. അതെ, ഒരുപാട് പേരെ ഇൻ്റർവ്യൂ ചെയ്ത് ജോലി കൊടുക്കാനൊക്കെ റെഡിയായിട്ട് നിൽക്കുന്ന ഞങ്ങളാണ്. ഞങ്ങൾക്കൊരു മനസ്സമാധാനം വന്നു. അപ്പോൾ ഹൈക്കോടതി ഉത്തരവ് സാർ, വന്നല്ലോ. ഇത് കാരണം സാറിന്റെ പ്രോസസ്സ് അത്രയും നാള് ഡിലേഡ് ആയിരുന്നു. ഏകദേശം 3 വർഷം. അയ്യോ. 3 വർഷത്തോളം ഒരു വ്യവസായം തുടങ്ങാൻ സർവ്വസന്നാഹങ്ങളുമായിട്ട് നിൽക്കുന്നു. നൂറുകണക്കിന് ആളുകൾക്ക് ജോലി കിട്ടും. നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണമുണ്ടാവും. നമ്മുടെ ഇവിടെ ഒരുപാട് ടാക്സ് കിട്ടും. ഇതൊക്കെ നടക്കും. നമ്മുടെ ചെറുപ്പക്കാർ തൊഴിലന്വേഷിച്ച് വെളിയിൽ പോകേണ്ട കാര്യമില്ലല്ലോ. കുറച്ച് പേർക്ക് ഇവിടെ കിട്ടില്ലേ? അതെ, എക്സാക്ട്ലി. ഇങ്ങനെ വ്യവസായങ്ങൾ വരാൻ തന്നെയല്ലേ കേരള ഗവൺമെൻറ് എല്ലാം ആഗ്രഹിക്കുന്നതല്ലേ? പക്ഷേ നമ്മളെല്ലാവരും SBI പോലെ ആഗ്രഹിക്കുന്നതാണ്. ഗവൺമെൻറ്റിനെതിരെ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഗവൺമെൻറ്റൊക്കെ നമുക്ക് അനുകൂലമാണ്. ഈ ഒരു പൊതുമേഖലാ ബാങ്ക്, നമ്മൾ എത്രയും കാലം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ടുവരുന്ന എന്തൊരു പൊതുമേഖലാ ബാങ്ക് ഇങ്ങനെ ഈ വ്യവസായത്തിനെതിരായിട്ട് എന്ത് ചെയ്യും? അതായത് അവരുടെ എത്ര ഉദ്യോഗസ്ഥരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അവരുടെ ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥർ ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇത്രയും വലിയൊരു മിസ്റ്റേക്ക് അവരങ്ങ് ഞാൻ ഇവർ തെറ്റ് ചെയ്തെന്നൊന്നും പറയത്തില്ല. ആ. ഇവർക്ക് മിസ്റ്റേക്ക് പറ്റിയത് തെറ്റ് ചെയ്തു എന്നുള്ള ഒന്നുമല്ല ഞാൻ പറയുന്നൊരു കാര്യമാണ്. വ്യവസായ ഭൂമികളാണ്, അത്ര ശ്രദ്ധിച്ച് കാണില്ല. ഓക്കെ. ലോൺ കൊടുത്തപ്പോൾ ശ്രദ്ധിച്ച് കാണില്ല, കുഴപ്പമില്ല. ട്രൈ പാർട്ടി അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞൊരു അഗ്രിമെൻ്റ് ഉണ്ട് വ്യവസായികൾക്ക് ലോൺ കൊടുക്കുമ്പോൾ. അതായത് ഒന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒപ്പിടണം, രണ്ടാമത്തെ സ്ഥാനത്ത് ഒപ്പിടേണ്ടത് വ്യവസായ വകുപ്പ്, മൂന്നാമത്തെ സ്ഥാനത്ത് ഒപ്പിടേണ്ടത് SBI. ഈ ലോൺ എടുക്കുന്ന ആൾ, ഈ 3 പേരും കൂടി ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു ട്രൈ പാർട്ടി അഗ്രിമെൻറ്റിൻ്റെ അകത്തും സർവേ നമ്പർ തെറ്റാ. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ ഞാൻ പൂർണ്ണമായിട്ട് കുറ്റം പറയുകയല്ല. അപ്പോൾ സർവേ നമ്പർ തെറ്റിപ്പോയിട്ടുണ്ട്, ലോൺ കൊടുത്തു, സമ്മതിച്ചു. അവർക്ക് മിസ്റ്റേക്ക് പറ്റി, അവർ മനഃപൂർവ്വം അല്ലാത്ത മിസ്റ്റേക്കാണ് ചെയ്തിരിക്കണേ എന്ന് തന്നെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. മിസ്റ്റേക്സ് പോസിബിൾ ആണ് എന്ന് നമുക്ക് എടുക്കാം. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വ്യവസായ വകുപ്പ് ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒപ്പിട്ടിരിക്കുമ്പോൾ സർവേ നമ്പർ തെറ്റല്ലേ? അപേക്ഷകനും ലോണിന് അപേക്ഷിച്ച ആളും സർവേ നമ്പർ തെറ്റായിട്ട് കൊടുത്തിരിക്കണേ. അപ്പോൾ ഇവർ അത് അത്ര ശ്രദ്ധിക്കാതെ കൊടുത്തു എന്ന് തന്നെ വിചാരിക്കാം. അത് അവരുടെ വലിയ മിസ്റ്റേക്കായിട്ട് ഞാൻ കാണുന്നില്ല. പിന്നെ അവരുടെ ബാങ്കിങ് നിയമം ഒന്നും എനിക്കറിയാൻ പാടില്ല. അത്രയ്ക്ക് കൂലങ്കഷമായിട്ട് നോക്കണം. നമ്മളൊക്കെ ഒരു ചെറിയ ലോണിന് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അപ്പനപ്പൂപ്പന്മാർ വരെ ജാതകം മേടിച്ചിട്ട് നമുക്ക് ലോൺ തരുന്നത്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. പോട്ട്, അത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ അവരുടെ മിസ്റ്റേക്ക് ഒന്നല്ല ഞാൻ പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഒരു കോടതിയെ ബോധിപ്പിച്ച് സർഫാസി നിയമപ്രകാരം ഇത് ഏറ്റെടുക്കണമല്ലോ, ജപ്തി ചെയ്യണമല്ലോ. ആ സമയത്ത് സർവേ നമ്പർ നോക്കിയില്ല എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതെ, എക്സാക്ട്ലി. കാര്യം ഇത് മറ്റൊരാൾക്ക് വിൽക്കാൻ പോവാണ്, മറ്റൊരാൾക്ക് കൈമാറാൻ പോവാണ്. അയാൾ വാങ്ങിച്ച് ഇവിടെ വ്യവസായം നടത്താൻ വേണ്ടിയിട്ടാണ് വിൽക്കുന്നത്. അല്ലാതെ അയാൾ വെറുതെ ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനല്ല വാങ്ങിക്കുന്നത്, വ്യവസായിയാണ് വാങ്ങിക്കുന്നത്. അപ്പം അത് സർവേ നമ്പർ നോക്കിയില്ല എന്ന് പറയുന്നത് അത് ക്ഷമിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പം ഈ കോടതി കണ്ടില്ല എന്ന് വെക്കാൻ പറ്റുന്ന ഒരു ലാപ്സ് അല്ല. അവർക്ക് മിസ്റ്റേക്ക് പറ്റി. അത് ഹ്യൂമൺ അല്ലേ, മിസ്റ്റേക്ക് ഈസ് ഹ്യൂമൺ. ഞാൻ പറയുന്നത് അതാണ്. മിസ്റ്റേക്ക് പറ്റിയെങ്കിൽ നമ്മൾക്ക് തിരുത്തണം, നമ്മൾ റെക്ടിഫൈ ചെയ്യണം. അതിനെന്താ കുഴപ്പമില്ല? റെക്ടിഫൈ ചെയ്യാൻ എന്താ തടസ്സമുള്ളത്? റെക്ടിഫൈ ചെയ്താൽ എന്താ കുഴപ്പം? ഇത് ആർക്കും വാശിയൊന്നുമല്ലോ. SBI ഒരു വ്യക്തിയല്ലല്ലോ, ഒരു പ്രസ്ഥാനമല്ലേ. അതെ, ഈ നമ്മുടെ ദേശത്തിൻ്റെ ഏറ്റവും വലിയ ബാങ്കാണ് SBI. അത് നാഷണലൈസ്ഡ് ബാങ്ക്. അവർക്കത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അവർ ചെയ്ത് പോട്ടെ. ഇവിടം വരെ ആയപ്പോൾ അവർക്കത് സെറ്റിൽ ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അത് തീർക്കാതെ അവർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയിരിക്കുക ഇപ്പോഴത്തെ കണ്ടീഷൻ. ഇപ്പം എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളൂ. ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ SBIയുടെ ഉദ്യോഗസ്ഥന്മാരോട്, എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് എൻ്റെ അകത്ത്, ചോദിക്കുന്നൊരു കാര്യമുള്ളൂ. ഇനി നിങ്ങൾ അഥവാ ഈ കോടതിയിൽ അപ്പീൽ പോയിരിക്കുന്നു, ഇപ്പം ഞാനാണല്ലോ അപേക്ഷകൻ, എൻ്റെ അപേക്ഷ നിരസിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടു. സപ്പോസ് എന്തെങ്കിലും കാരണവശാൽ ഇവർ പറയുന്നത് 100 വാദം, കാര്യം ഇവർക്കൊക്കെ വേണ്ടി വാദിക്കാൻ വന്ന വലിയ വലിയ വക്കീലന്മാരാണ്, നമ്മളെ പോലൊന്നുമല്ല. വലിയ സുപ്രീം കോടതി വക്കീലന്മാരാണ് ഇവർക്കൊക്കെ വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരാകുന്നത്. നമുക്കതൊന്നും പറ്റത്തില്ല. നമ്മൾ സാധാരണ ചെറിയ വ്യവസായിയല്ലേ. ശരി, അവരെ വാദമുഖങ്ങൾ വെച്ച് എന്ന് പറഞ്ഞാൽ കോടതിയെ കുറ്റപ്പെടുത്തുകയല്ല.
കോടതിക്ക് നീതി അറിയാം. കോടതി നീതിയുക്തമായി തന്നെ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഇനിയും അത് തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും ഈ SBI ആഗ്രഹിക്കുന്നത് പോലെ ഒരു കോടതി വിധി അവർക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. എന്നാണ് അടുത്തതെന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ SBI ഉദ്യോഗസ്ഥന്മാർ? അല്ലെങ്കിൽ SBI എന്ന് പറയുന്ന സ്ഥാപനം ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അടുത്തതെന്താണ്? അവർക്ക് അനുകൂലമായി. എൻ്റെ കേസ് തള്ളിക്കളഞ്ഞു. അടുത്തതെന്താണ്? ഞാൻ എന്ത് ചെയ്യേണ്ടത്? എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല, വ്യവസായം തുടങ്ങാനും പറ്റത്തില്ല. അപ്പം എന്ത് വിധി കിട്ടിയാലും എന്താ കാര്യമുള്ളത്? അതെ. അപ്പോൾ പ്രശ്നം പരിഹരിക്കാനല്ലേ നോക്കേണ്ടത്? ഇവരുടെ ഭാഗത്തുനിന്ന് ഇത് പരിഹരിക്കാൻ ഒരു രീതിയിലും അവർ തയ്യാറായിട്ടില്ല. ഇല്ല. ഒരു 3 4 ഉദ്യോഗസ്ഥർ അവരൊക്കെ ഇപ്പം അന്ന് ഇത് ചെയ്ത ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇപ്പോൾ SBIയുടെ ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുക. ഓ ആ 3 4 ഉദ്യോഗസ്ഥന്മാർ പെൻഷൻ പറ്റുന്നവരെ കോടതി കയറി ഇറങ്ങി നടക്കുക. അതൊക്കെ തന്നെ അവർ ഉദ്ദേശിക്കുന്നത്. ഉം. അവർക്ക് പെൻഷൻ പറ്റി പോകുന്നവരെ ഇത് മറച്ചു വയ്ക്കുക. മുകളിലേക്ക് ഒരു റിപ്പോർട്ട് പോലും അവർ അയക്കത്തില്ല. അത് ഇവിടെ ഈ സർക്കിളിൻ്റെ അകത്തിട്ട് കലക്കി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അവരൊക്കെ രക്ഷപ്പെടുന്നത് വരെ ചെയ്യുകയാണ്. പക്ഷേ എന്താ നടക്കുന്നത്? നമ്മുടെ രാജ്യത്തിനൊരു നമ്മുടെ സംസ്ഥാനത്തിനൊരു വ്യവസായം നഷ്ടപ്പെട്ടു. ഒരു വ്യവസായി വരാനുള്ളതായിരുന്നു. ഒരുപാട് പേർക്ക് തൊഴിൽ വരാനുള്ളതായിരുന്നു. സംസ്ഥാനത്തിന് വരുമാനം വരേണ്ടതായിരുന്നു. എത്രയോ പേർക്ക് തൊഴിലുണ്ടാവും. സാർ ഈ വിഷയത്തിനെ പറ്റി സംസാരിക്കുന്നല്ലാതെ ഇത്രയും പ്രമുഖ വാർത്താ ചാനലുകളും ഒക്കെ ഉണ്ടായിട്ടും ആരും ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് നോബഡി റീച്ച് ഔട്ട്. ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളുടെ അടുത്ത് ഒരു 2 3 പ്രമുഖ ചാനലുകൾ ഇതിനെ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ സാർ. വിശദമായിട്ട് റിപ്പോർട്ട് കൊടുത്ത് വാർത്ത ചെയ്തിട്ടുണ്ട്. ഒരു ഫീച്ചറൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രമുഖമായി ഇവിടെ കേരളത്തിലെ ഏറ്റവും 1 2 3 സ്ഥാനങ്ങളിലൊക്കെ നിൽക്കുന്നവർ ചെയ്തിട്ടുണ്ട്. എല്ലാ ചാനലും ഒന്നും ചെയ്തിട്ടില്ല. പലർക്കും SBI ആയിട്ട് പല കണക്ഷൻസ് ഉണ്ടുള്ള അവർക്ക് ചില ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും കുറേ ചാനലുകൾ ഒരു 3 4 ചാനൽ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിലുള്ള 1 2 ചാനലുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാം ഗൗരവമായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവർക്കെല്ലാം ഞങ്ങൾ ഈ രേഖകളുടെ പകർപ്പെല്ലാം കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം കൺവിൻസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ശരിയാണെന്ന് ബോധ്യം വരാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ. അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത്. എന്തായാലും വേഗം ഒരു നല്ല തീരുമാനം ഉണ്ടാവട്ടെ. പക്ഷേ ഇതെല്ലാം മുൻനിർത്തി നമ്മൾ പറയുകയാണ്, ലൈക്ക് ഇങ്ങനൊരു നാഷണലൈസ്ഡ് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ലാപ്സ് ഉണ്ടായിട്ടും ലൈക്ക് അവർക്കത് റെക്ടിഫൈ ചെയ്യാനുള്ളൊരു മനസ്സ് അവർ കാണിക്കുന്നില്ല. ഇപ്പോൾ വീണ്ടും അപ്പീലിന് പോയിരിക്കുകയാണ്. ഇതെല്ലാം മുൻനിർത്തി ഞാനൊരു കാര്യം സാറിനോട് ചോദിക്കട്ടെ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളത്തിൽ ലൈക്ക് വളരെ ചർച്ചയാവുന്നൊരു സാധനമാണ്. ഈസ് ഓഫ് ഡൂയിങ് ഈ ബിസിനസ് ചെയ്യാൻ വളരെ ഈസി ആണെന്നും പറയുന്നുണ്ട്, അല്ല എന്നും പറയുന്നുണ്ട്. എന്താണ് സാറിൻ്റെ പേഴ്സണൽ അഭിപ്രായം? ഇതിന് നല്ലൊരു മറുപടി തരിക എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ വ്യവസായികൾക്ക് അനുകൂലമായ അന്തരീക്ഷമില്ലാതില്ല, ഉണ്ട്. പക്ഷേ ഒരുപാട് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. ചില കാര്യങ്ങളിൽ നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. ചില ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട്. ആദ്യമേ ചെയ്യേണ്ടത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. വളരെ എളുപ്പത്തിൽ നമുക്ക് അപേക്ഷ കൊടുത്താൽ 3ാമത്തെ ദിവസം അനുമതി കിട്ടുന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ട്. പക്ഷേ ഈ അനുമതി കൊടുക്കുന്നത് 3 വർഷത്തേക്കാണ്. ഈ 3 വർഷം കഴിയുമ്പോൾ നമ്മളെല്ലാ പ്രോസസ്സും ഒന്നേം തുടങ്ങണം. അപ്പോൾ എനിക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. ആ 3 ദിവസം കൊണ്ടെന്നുള്ളത് 3 ആഴ്ച കൊണ്ട് കൊടുത്തോളൂ. പക്ഷേ ആ പ്രോസസ്സെല്ലാം 3 ആഴ്ച കൊണ്ടോ അല്ലെങ്കിൽ 3 ദിവസം കൊണ്ടെന്നുള്ളത് 10 ദിവസം കൊണ്ടോ 20 ദിവസം കൊണ്ടോ 30 ദിവസം കൊണ്ടോ കൊടുത്തോളൂ. പക്ഷേ ഈ 3 വർഷം കഴിയുമ്പോൾ പിന്നെ നമ്മൾ 30 വർഷം കയറി ഇറങ്ങി കിടക്കേണ്ട ഒരു ഗതികേട് വരുത്തരുത്. അങ്ങനെ വന്നൊരാളായതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് ബിൽഡിംഗ് പെർമിറ്റ് വേണ്ടാന്ന് പറഞ്ഞു. അവിടെ നിന്നൊരു ഇപ്പോൾ വളരെ എളുപ്പമാണ്. സ്വിഫ്റ്റിൻ്റെ ഒരു ഓഫീസുണ്ട്. അവിടെ K-Swift ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. അതോടൊപ്പം തന്നെ ബിൽഡിങ്ങിൻ്റെ പെർമിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പെർമിറ്റിനുള്ള ആപ്ലിക്കേഷനും അതിൻ്റെ പ്ലാനും എല്ലാം കൊടുക്കുന്നുണ്ട്. ആ പ്ലാനും എല്ലാം കൊടുക്കുമ്പോൾ 3 ദിവസം കൊണ്ട് ഗവൺമെൻറ് ആർപ്പാർത്തിയുണ്ടെങ്കിൽ 3 ദിവസം കൊണ്ട് തരൂ. പക്ഷേ അത് നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് തരുവാണെങ്കിൽ 3 വർഷം കഴിഞ്ഞ് പിന്നെ അയാൾക്ക് അത് ബിസിനസ് കൂട്ടിക്കൊണ്ട് പോകാനല്ലല്ലോ നടത്തുന്നത്. ഒത്തിരി വർഷങ്ങളോളം നിൽക്കണ്ടേ ഇത്? ഈ ഒരു ബിസിനസ് അല്ല, ഒരു വ്യവസായം. അപ്പോൾ ആ വ്യവസായത്തിന് വേണ്ടി അനുമതി കിട്ടുമ്പോൾ അതൊന്ന് പരിശോധിക്കാനുള്ള 3 ദിവസം എന്നുള്ള 30 ദിവസം എടുത്തു. പക്ഷെ തരുമ്പോൾ പക്കയായിട്ട് തന്നാൽ എന്താ കുഴപ്പം? താൽക്കാലിക പെർമിറ്റ് തന്നു, ഓടിച്ചെന്നങ്ങ് തുടങ്ങുന്നു. അതെനിക്ക് സർക്കാരിനോടുള്ള ഒരു അപേക്ഷയാണ്. അത് സർക്കാർ പരിഗണിക്കണം. ആ 3 ദിവസം കൊണ്ട് തരുന്നത് പെർമനൻ്റ് ആയിരിക്കണം. പിന്നെ നമ്മൾ 3 വർഷം കഴിയുമ്പോൾ സർക്കാർ ഓഫീസുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടന്ന് നമ്മൾ പണ്ട് എന്താണോ ചെയ്യേണ്ടിയിരുന്നത് അതിൻ്റെ 10 ഇരട്ടി കഠിനതയോടുകൂടി ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതാണ് സർക്കാരിനോട് പറയാനുള്ളത്. കാര്യങ്ങൾ കുറെ കൂടി സുതാര്യമാവും. ഇത്രയും ടൈം കൺസ്യൂമിങ് ആവേണ്ട കാര്യമില്ല എന്നല്ലേ സാർ പറയുന്നത്? അല്ല, എടുത്തോട്ടെ. ഇപ്പോൾ അവർക്ക് 10 ദിവസം വേണം, അല്ലെങ്കിൽ 15 ദിവസം. ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടല്ലോ, വ്യവസായ പ്രമുഖരടക്കമുള്ള എല്ലാവരും ഉള്ള ഒരു കമ്മിറ്റിയുണ്ട്. അതിനകത്ത് സകലമാന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഒരു കോപ്പി വീതം നമ്മൾ കൊടുക്കുന്നുണ്ട്. ആദ്യം 5 6 കോപ്പി കൊടുക്കുന്നുണ്ട്.
ആ കോപ്പി അതാത് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിട്ട് അവർക്ക് 3 ദിവസം കൊണ്ട് ആ പ്രാഥമികമായ കാര്യങ്ങൾ പാലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ 3 വർഷം കഴിയുമ്പോൾ കഷ്ടപ്പെടണ്ടല്ലോ. എക്സാക്ട്ലി. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തൊരു വീഴ്ചയാണ്. അത് പരിഹരിക്കണം എന്നുള്ളതാണ് എനിക്ക് സർക്കാരിനോട് അപേക്ഷിക്കാനുള്ളത്. അപ്പോൾ കുറച്ചുകൂടി ഈസി ആവും. പിന്നെ വ്യവസായ സൗഹൃദം. സൗഹൃദം എന്ന് പറയുമ്പോൾ ഞാനൊരു തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് എന്താണ് വ്യവസായിയും തൊഴിലാളികളും തമ്മിലുള്ള ബന്ധം എന്ന് ഏകദേശം ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെട്ട ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കറിയാൻ പറ്റും. മനസ്സിലായി സാർ. അതിന് ഗവൺമെൻറ്റിന് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിയമങ്ങളെല്ലാം സുതാര്യമാക്കുക, കർശനമാക്കുക. അത് ഇരുഭാഗത്തിനും. വ്യവസായിക്ക് മാത്രമല്ല തൊഴിലാളിക്കും അത് ആക്കുക ഒരേപോലെ. രണ്ടുപേരും അത് പാലിക്കട്ടെ. അപ്പോൾ നമുക്ക് ഈസ് ഓഫ് ബിസിനസ് അല്ലേ, വ്യവസായങ്ങളെല്ലാം വരട്ടെ. പക്ഷെ രണ്ടിനും നിയമം ഉണ്ടാവണം. തൊഴിലാളികൾക്കും ഒരു നിയമം ഉണ്ടാവണം, വ്യവസായിക്കും ഒരു നിയമം ഉണ്ടാവണം. ഇത് രണ്ടുപേരും പരസ്പരം തീർപ്പാക്കുകയും അതിന് വേണ്ടിയിട്ടൊരു ഒരു കൺസിലിയേഷനോ ഒരു ബഹളമോ ഒരു സമരമോ ഒന്നും കൊടി പിടിക്കലോ ഒന്നും ഇല്ലാതെ തന്നെ തീർക്കാൻ പറ്റുന്നൊരു ശക്തമായ നിയമം ഉണ്ടെങ്കിൽ പിന്നെന്താ പ്രശ്നം? തൊഴിലാളികൾക്ക് ഇത്ര രൂപ ശമ്പളം കൊടുക്കണം, മിനിമം വേതനം ഇത്ര കൊടുക്കണം, ഇന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നൊരു വ്യക്തമായൊരു നിയമം ഇവിടെ ഉണ്ട്. ആ നിയമം പാലിച്ചുകൊണ്ട് തന്നെ വ്യവസായങ്ങൾ നടത്താൻ അനുവദിച്ചാൽ മതി. അതോടൊപ്പം തൊഴിലാളികൾക്കും കൂടി ഒരു ചട്ടങ്ങൾ വയ്ക്കണം. ഒരു വ്യവസായം നടന്നു പോകണമെങ്കിൽ ഈ കൃത്യമായ തൊഴിലാളികൾ സഹകരിച്ചേ പറ്റുള്ളൂ. കാര്യം ഈ നിയമങ്ങളും ശമ്പളവും പ്രൊവിഡന്റ് ഫണ്ടും മറ്റു കാര്യങ്ങളും മാത്രം പോരാ, അതോടൊപ്പം തൊഴിലും കൂടി അവിടെ നടക്കപ്പെടണം. അതിനും കൂടി നിയമം ഉണ്ടാക്കി വെച്ചാൽ വ്യവസായികളും സംതൃപ്തരാവും, തൊഴിലാളികളും സംതൃപ്തരാവും. ഇത് യോജിപ്പിച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ കഠിനമായ ഒരു യൂണിയൻ ഇന്റർഫിയറൻസുകളെ പറ്റി സാറിന് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? യൂണിയൻ ഇന്റർഫിയർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇങ്ങനൊരു നിയമങ്ങൾ കർശനമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആർക്കാ പ്രശ്നം? ഈ കേരളത്തിൽ വ്യവസായം ചെയ്യണം, ഇന്ന കാര്യങ്ങൾ പാലിക്കണം എന്ന് വ്യവസായം മുൻകൂട്ടി അറിയുന്നു. തൊഴിലാളിക്കും അറിയാം ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ എനിക്ക് കിട്ടും. ഇത് തൊഴിലാളിക്ക് അറിയാൻ നോക്കുക. രണ്ടുപേർക്കും പരസ്പരം ഇത് അറിഞ്ഞുകൊണ്ട് സഹകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെയാ പ്രശ്നം? അപ്പം ഇത് അറിയുന്നില്ല, പിന്നീടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരു വ്യവസായം തുടങ്ങുമ്പോൾ ഇന്ന കാര്യങ്ങളുണ്ടെന്ന് പറയണം. കേരളത്തിൽ വ്യവസായം നടക്കണമെങ്കിൽ നിങ്ങൾ ഇത്ര മിനിമം വേജ് കൊടുക്കണം, ഇന്ന പോലെ ഇത്ര മണിക്കൂറേ ജോലി ചെയ്യിക്കാവുള്ളൂ, ഇത്ര മണിക്കൂർ ലിസ്റ്റർ കൊടുക്കണം, സ്ത്രീകൾക്ക് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെയാണ് ജോലി സമയം കൊടുക്കണ്ടേ, എക്സ്ട്രാ സമയം നിന്ന് ഞാൻ അവരെ വീട്ടിലെത്തിക്കാനുള്ള ബാധ്യത, ഇങ്ങനെ കുറേ തൊഴിൽ നിയമങ്ങൾ ഞാൻ ഒരു തൊഴിൽ ഉദ്യോഗസ്ഥനായതുകൊണ്ട് അറിയാവുന്നതുകൊണ്ട് പറയാം. അങ്ങനെയുള്ള കുറേ നിയമങ്ങളുണ്ട്. അതെല്ലാം തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ളതും വളരെ നല്ലതുമാണ്. അത് നിർബന്ധമായിട്ട് നടപ്പിലാക്കേണ്ടതുമാണ്. 100% 101% യോജിക്കുന്നു. അതോടൊപ്പം തന്നെ തൊഴിലാളികൾക്കും അതുപോലെ ഉത്തരവാദിത്തം നിശ്ചയിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ അടിയന്തരമായി ഒരു തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന ആരാണെന്ന് വെച്ചാൽ അവർ ഇടപെട്ട് ഈ ചട്ടക്കൂടിൻ്റെ അകത്ത് അത് പരിഹരിക്കാൻ പറ്റണം. അതാണ് ഇവിടെ ഉള്ളൊരു ഈസ് ഓഫ് ഡൂയിങ് ഇപ്പം തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ വ്യവസായികളെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായത്തിൽ വ്യവസായികൾക്കൊന്നും പൊളിറ്റിക്സ് ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അവർക്ക് പൊളിറ്റിക്സിൻ്റെ കാര്യമില്ല. അവർക്ക് പേഴ്സണലി പൊളിറ്റിക്സ് കാണും. വ്യവസായത്തിൻ്റെ അകത്ത് ഒരു പൊളിറ്റിക്സും ഇല്ല. അവിടെ തൊഴിലാളിയും വ്യവസായിയും മാത്രമേ ഉള്ളൂ. അവരൊന്നിച്ചെന്നാണ് പണിയെടുക്കണ്ടേ. അല്ലാതെ വ്യവസായി ഒരു കസേരയിട്ടിരുന്ന തൊഴിലാളികൾ പണിയുന്ന ഒരു രീതിയൊന്നും അല്ല. അങ്ങനെയൊന്നും ഇപ്പോഴത്തെ കാലത്ത് വിജയിക്കത്തില്ല. ഓക്കെ, മനസ്സിലായി സാർ. അപ്പോൾ അല്ല, ഒരു കാര്യം നിർത്തുന്നതിന് ഒരു കാര്യം കൂടി. സാറ് വീട് തൃശ്ശൂരാണ്? എൻ്റെ വീട് കൊച്ചി. ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം കുറെ കാലമായിട്ട് തിരുവനന്തപുരം താമസിക്കുന്ന ആളായിരിക്കുമല്ലോ. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒബ്വിയസ്ലി ഇവിടെ ആയിരിക്കും. അങ്ങനെയല്ല എനിക്ക് ജോലി കിട്ടിയത് തിരുവനന്തപുരത്തല്ല, കൊച്ചിയിലായിരുന്നു. കൊച്ചിയിൽ തന്നെ ജോലി കിട്ടി. പക്ഷെ 3ാമത്തെ മാസം എന്നെ തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ തിരുവനന്തപുരം വിട്ട് പോയില്ല. ഇവിടെ തന്നെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ തന്നെ ലേബർ ഓഫീസർ. ഞാനൊരു ഗുമസ്തനായിട്ടാണ് സർവീസിൽ കയറിയത് 1981. അതിനുശേഷം കുറേ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി ഇവിടെ വന്നു. ഇവിടെ വന്ന ശേഷം ഞാൻ ടെസ്റ്റുകളെല്ലാം പാസ്സായി ലേബർ ഓഫീസറായിരുന്നു റിട്ടയർ ചെയ്തുമ്പോൾ. ഈ ഇത്രയും കാലം ഇവിടെ ജീവിച്ചിട്ട് നമ്മുടെ നഗരത്തിൽ വരേണ്ട ഒരു മാറ്റം അങ്ങനെ എന്തെങ്കിലും സാറിന്റെ മനസ്സിൽ തോന്നുന്നുണ്ടോ? നഗരത്തിന്റെ ആസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യവസായിക്ക് എന്തെങ്കിലും പറയണമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ എന്തെങ്കിലും ഇപ്പോ നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്നത് പലരുടെയും എലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് തന്നെ പറയുന്നു, ലൈക്ക് ഇവിടെ സ്ട്രേ ഡോഗ്സിന്റെ ശല്യം വളരെ കൂടുതലാണ്, അതിനൊരു പരിഹാരം അവർക്ക് ഉണ്ടാക്കി തരാൻ പറ്റും എന്നൊക്കെ പറയുന്നു. ഇപ്പൊ ഇവിടെ കോർപ്പറേഷൻ ഇലക്ഷൻ കഴിഞ്ഞല്ലോ. സോ അതുപോലെ സാറിന്റെ എങ്ങനത്തെ എന്തെങ്കിലും മാറ്റം, ലൈക്ക് ഈ സ്ട്രേ ഡോഗ്സിന്റെ ഇഷ്യൂ തന്നെ അങ്ങനത്തെ പ്രോബ്ലംസ്? 1-2 കാര്യങ്ങൾ പറയാം. ഈ സ്ട്രേ ഡോഗ്സിന്റെ ഇഷ്യൂ പറയുമ്പോൾ സുപ്രീം കോടതിയിൽ ഒരു വിധിയുണ്ട് അടുത്ത കാലത്ത്. അത് നടപ്പിലാക്കട്ടെ. ഓക്കെ,
കാര്യം വെച്ചാൽ എല്ലാ മനുഷ്യർക്കും ഇപ്പം ഞാനും എൻ്റെ ആദ്യകാലത്ത് സൈക്കിളിലാണ് ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ കാറിലായിരിക്കും എൻ്റെ സ്ഥാപനത്തിൽ പോകുന്നത്. പക്ഷേ എല്ലാ മനുഷ്യരും ജനിക്കുമ്പോൾ തൊട്ട് കാറിനൊന്നും വാങ്ങിച്ചുകൊണ്ട് പോകാനുള്ള സാമ്പത്തികമൊന്നും കാണില്ല. അല്ലെങ്കിൽ അതുപോലത്തെ ഒരു വലിയ കുടുംബത്തിൽ പിറന്ന ആയിരിക്കണം. കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ വലിപ്പം എന്ന് പറഞ്ഞാൽ പണം കൊണ്ടുള്ള വലിപ്പമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളായിരിക്കണം. അതൊന്നും എല്ലാവർക്കും സൗഭാഗ്യം കിട്ടിയെന്ന് വരില്ല. കൂടുതൽ എൻ്റെ ഓഫീസിൽ വരുന്നതിൽ ഒരു 5ഓ 6ഓ പേര് കാറിൽ വരുന്നവരുള്ളൂ എൻ്റെ സ്ഥാപനത്തിൽ വരുന്നത്. ബാക്കി ഏതാണ്ട് ഒരു 60-70 പേരും സ്കൂട്ടറിലാണ് വരുന്നത്, അല്ലെങ്കിൽ ബസ്സിലാണ് വരുന്നത്. അവർ പലപ്പോഴും വിഷമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം ഞാൻ സൈക്കിൾ ചവിട്ടി ആദ്യമായിട്ട് ജോലിക്ക് പോകുമ്പോൾ പൂജപ്പുരയിൽ നിന്ന് സൈക്കിൾ ചവിട്ടി തിരിച്ചു പോകുന്ന സമയത്ത് വൈകുന്നേരം ഇച്ചിരി വൈകി കഴിഞ്ഞാൽ ഞാൻ പോകുന്നത് അവിടെ ഒരു വലിയ തിരുവനന്തപുരത്തുകാർ ഭാഷയിൽ പറഞ്ഞ തേരി, ഞങ്ങൾ കയറ്റെന്ന് പറയും. അപ്പോൾ ഈ തേരി കയറിയിട്ട് പോകണം. അപ്പോൾ അവിടെ ചിലപ്പോൾ നമ്മൾ എത്ര ആഞ്ഞ് ചവിട്ടിയാലും നമുക്ക് പറ്റത്തില്ല, ഭയങ്കര കയറ്റമല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പൂജപ്പുര ജയിലിലേക്ക് പോകുന്ന കാര്യം? ഞാൻ അവിടെ താമസിച്ചിരുന്നു. അപ്പോൾ ആ കയറ്റം കയറി പോകുന്ന സമയത്ത് നമ്മൾ പരമാവധി സ്പീഡെടുത്ത് ചവിട്ടും. അത് കഴിഞ്ഞാൽ ആ പൂജപ്പുര ജയിലിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഒരു നിർത്തലാണ്, ശ്വാസം വിടാനായിട്ട്. കാര്യം ഇല്ലേ, ആ പട്ടി അവിടെ നിന്നിട്ട് ഓടിക്കുക. അപ്പോൾ സൈക്കിളിൽ വരുന്നവൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനിപ്പോൾ കാറിലായിരിക്കും വന്നിരിക്കുന്നത്, ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കാറിലാണ്. പക്ഷേ ഞാൻ വഴിയിലേക്ക് നോക്കുമ്പോൾ ഒരു സൈക്കിളിൽ യാത്ര ചെയ്യുന്നവരെ എനിക്കിപ്പോഴും കാണാം, സ്കൂട്ടറിൽ യാത്ര തന്നെ കാണാം. എത്ര പേർക്ക് എന്തെല്ലാം അപകടങ്ങൾ വന്നിട്ടുണ്ട്. സ്ട്രേ ഡോഗിന് നമുക്ക് നായയെ വളർത്താം, അതിനെന്താ കുഴപ്പം? നായ വളർത്തുന്നവരൊക്കെ വളർത്തിക്കോട്ടെ. പക്ഷേ തെരുവിൽ വളർത്തണമെന്നില്ലല്ലോ. അവരെയും കൂടി കൺസിഡർ ചെയ്യണം, സൈക്കിളിൽ പോകുന്നവരെയും സ്കൂട്ടറിലൊക്കെ പോകുന്നവരെയും. പിന്നെ നേരത്തെ ചോദിച്ചതിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിക്കാത്ത കാര്യം പറയാം. വ്യവസായം വരണം. വ്യവസായം വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ വന്നിട്ടുണ്ട്, വിഴിഞ്ഞം തുറമുഖം. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ കയറ്റുമതിയൊക്കെ കുറച്ചുകൂടി ഇതുവരെ അത് പ്രാവർത്തികമായിട്ടില്ല, എന്നാലും ആകുമ്പോൾ അത് കുറച്ചുകൂടി നല്ല കാര്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് സർക്കാരിന് തീർച്ചയായിട്ടും അഭിനന്ദനമുണ്ട് ഇതിന്. പക്ഷേ ഇവിടുത്തെ റോഡുകൾ ഞങ്ങൾക്ക് വലിയൊരു പ്രശ്നമാണ്. ഞങ്ങൾക്കുള്ള വാഹനങ്ങളും കണ്ടെയ്നറുകളൊക്കെ വരാനായിട്ട് നല്ല റോഡുകൾ വന്നേ പറ്റൂ. അപ്പോൾ കുറച്ചൊക്കെ വന്നു തുടങ്ങി. എന്നാലും നല്ല റോഡും നല്ല ഗതാഗത സൗകര്യവും പിന്നെ ജീവനക്കാർക്കൊക്കെ എത്താൻ പറ്റില്ല മെട്രോ പോലുള്ള സാധനങ്ങളൊക്കെ ഈ തിരുവനന്തപുരത്ത് വരണം. എല്ലാവർക്കും കാറിൽ വരാൻ ഇവിടെ അതിന് മാത്രം റോഡൊന്നും ഉണ്ടാവില്ലല്ലോ. വരട്ടെ, നല്ല മെട്രോയൊക്കെ വരട്ടെ. നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, നല്ല ചേഞ്ചസ് വരട്ടെ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു. പ്ലഷർ ടോക്കിംഗ് ടു യു. താങ്ക് യു.